ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th CBSE കെമിസ്ട്രിയുടെ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന ചാപ്റ്റർ ആണ്. അത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്കറിയാം എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തു അല്ലേ. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത് മാറ്റർ എന്നാൽ എന്താണ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ മാറ്ററിന്റെ ഫിസിക്കൽ നേച്ചർ, പിന്നെ ഡിഫ്യൂഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, അതിന്റെ കുറച്ച് സബ് കണ്ടന്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. നമുക്കറിയാം 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. ഇനി ഈ സ്റ്റേറ്റിന്റെ ചേഞ്ചസ് നടക്കുന്നത് എങ്ങനെയാണ്, അതിൽ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്, പ്രഷറിന്റെ എഫക്റ്റ്, ഇവാപറേഷൻ, ആ ഇവാപറേഷന്റെ കുറച്ച് സബ് കണ്ടന്റ് ഉണ്ട്. ഇവിടെയൊക്കെ വേറെ കണ്ടന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് നോക്കണം. പിന്നെ വേറെ എക്സ്ട്രാ ഈ 3 എണ്ണം കൂടാതെ 2 എക്സ്ട്രാ സ്റ്റേറ്റും കൂടെ വരുന്നുണ്ട്. അത് പ്ലാസ്മയും ബോസ് ഐൻസ്റ്റീനും കണ്ടൻസേറ്റും ആണ്. സോ ആ 2 കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് മെഷർമെന്റ്സിനെ കുറിച്ചും ഈ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ നോട്ടും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ മാറ്ററിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യാം. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by matter? Matter എന്ന് പറഞ്ഞാൽ anything that take up space and has mass is considered as matter. അതായത് എന്തുമാകട്ടെ അതിനൊരു മാസ് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? മാസ് ഉണ്ടായിരിക്കണം. പിന്നെ അത് എന്തെടുക്കണം? ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇവിടെ കുറച്ച് ബുക്സ് ഉണ്ട് അല്ലെ. ഈ ബുക്സ് എന്താ ചെയ്തിരിക്കുന്നത്? ഈ മേശപ്പുറത്ത് ഇത്രയും സ്പേസ് അത് ഒക്യുപ്പൈ ചെയ്തിരിക്കുക, അത് എടുത്തിരിക്കുക. സോ ഇത് മാറ്ററിന്റെ ഒന്നാമത്തെ ഒരു സവിശേഷത. അത് സാറ്റിസ്ഫൈ ചെയ്തു, അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്തു. പിന്നെ എന്തുണ്ട്? അതിനൊരു മാസും ഉണ്ട്. സോ ഇതെന്താണ്? ഒരു മാറ്റർ ആണ്. മനസ്സിലായല്ലോ? ബുക്സ് മാറ്റർ ആണ്. ബുക്സ് എന്തുകൊണ്ട് മാറ്റർ ആയി? അത് ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്തു. സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും അതിനൊരു മാസും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലെ. എവിടെയെങ്കിലും വെച്ച് അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അതിനൊരു മാസും ഉണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും, പേപ്പർ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൗസ്, ഫോൺ, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, എല്ലാം എന്താണ്? മാറ്റർ ആണ്. സോ മാറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ സെക്കൻഡ് പിക്ചറിലോട്ട് വരാം. ഇതെന്താണ് കാണിച്ചിരിക്കുന്നത്? ഇത് ഇവിടെ ഒരു ആംഗ്രി ഫേസ് ആണ്. ആംഗ്രി ഫേസ് എന്ന് പറഞ്ഞാൽ ആംഗ്രി അല്ലെ. ഈ പിക്ചറിനകത്ത് ഇവിടെ ആംഗ്രി. ഇതെന്താണ്? ഇവിടെ ഇത് ഇയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ഫീലിങ്സ് ആണ് അല്ലെ. സോ ഫീലിങ്സ് നമുക്ക് ഒരു മാറ്റർ എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അത് ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നില്ല. എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഒരു മാസം ഉണ്ടോ? ഇല്ല. സോ ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാറ്റർ അല്ല അല്ലെ. മനസ്സിലായോ? അപ്പൊ ആ കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ഏൻഷ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ ആണ് നോക്കാൻ പോകുന്നത്. ഏൻഷ്യൻ ഫിലോസഫേഴ്സ് മാറ്ററിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആ കേസിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഏൻഷ്യൻ ഫിലോസഫേഴ്സിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഏൻഷ്യൻ ഫിലോസഫേഴ്സ് മാറ്ററിനെ 5 ബേസിക് എലമെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് ഏതൊക്കെയാണെന്നറിയാമോ? എയർ, എർത്ത്, ഫയർ ആൻഡ് വാട്ടർ. ഇത്രയുമാണ് ഇന്ത്യൻ ഫിലോസഫേഴ്സ് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് പഞ്ചതത്വ. എന്താണ് വിളിക്കുന്നത്? പഞ്ചതത്വ. അപ്പം ഇന്ത്യൻ ഫിലോസഫേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ 5 എണ്ണമാണെന്ന് മനസ്സിലായി. ഏൻഷ്യൻ ക്ലാസിഫിക്കേഷൻ ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം: ഹൗ മെനി ഡിഫറെന്റ് വേസ് ഡിഡ് ഏൻഷ്യൻ ഇന്ത്യൻ ഫിലോസഫേഴ്സ് ക്ലാസിഫൈ മാറ്റർ? എത്രയായിരിക്കും? 5 ഏതൊക്കെയാണെന്നറിയാലോ? എയർ, എർത്ത്, ഫയർ, സ്കൈ ആൻഡ് വാട്ടർ. ഇനി നമ്മുടെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള വേർഡിൽ മാറ്ററിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫിസിക്കൽ നേച്ചർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മാറ്ററിന്റെ ഫിസിക്കൽ നേച്ചർ എന്താണെന്ന് നോക്കാം. അപ്പൊ മാറ്ററിന്റെ ഫിസിക്കൽ നേച്ചർ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്തായാലും സ്കൂളാണെങ്കിലും വീടാണെങ്കിലും ഒരു ബിൽഡിങ്. ആ ബിൽഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അവിടെ ഇഷ്ടിക കാണും അല്ലെ. ആ ഇഷ്ടിക വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഇഷ്ടിക ഒരെണ്ണം എടുത്തു. അപ്പം ഇഷ്ടിക കൊണ്ടാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇഷ്ടിക വരുമ്പോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്താണ്? കുറച്ച് കുഞ്ഞു പാർട്ട് ഇതായിട്ട് കിട്ടും, കഷ്ണങ്ങളായിട്ട് കിട്ടും അല്ലെ.
ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് കുഞ്ഞു 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 മണൽത്തിരികളാകും. ഇതിനെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് പൊടിച്ച് പൊടിച്ച് ഫൈൻ പൗഡർ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതായിക്കൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. മാറ്റർ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചവയാണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് particles. All matter constitute of very small particles. എല്ലാ മാറ്ററും എങ്ങനെയാണ്? വളരെ ചെറിയ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു നമുക്ക് വീണ്ടും വീണ്ടും പൊടിച്ച് 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 ഇതിനെ എത്ര വേണേലും ചെറുതാക്കാം അല്ലെ? സോ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് നമുക്ക് കണ്ണിന് പോലും കാണാൻ സാധിക്കാത്ത പാർട്ടിക്കിളായി അവ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് പാർട്ടിക്കിൾസ്. അപ്പോൾ അത്രയും സ്മോൾ ആണ് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ആറ്റംസ് എന്ന് വിളിക്കുന്നത്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. എല്ലാം ആറ്റംസ് കൊണ്ട് നിർമ്മിച്ചവയാണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ദീസ് സ്മോൾ പാർട്ടിക്കിൾസ് ആർ കോൾഡ് ആറ്റംസ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് നമുക്ക് ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്ക് പറയാം. ജസ്റ്റ് നിങ്ങൾ ഈ പിക്ക് നോക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് നമ്മൾ എടുക്കുക. അതിനകത്ത് ഒരു ഡ്രോപ്പ് ഉജാല ഇട്ട് കൊടുക്കുക. ഉജാല ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് പയ്യെ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും എന്തായി? ആ കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് എന്തായി മാറി? കളേർഡ് ആയിട്ടുള്ള ലിക്വിഡായിട്ട് മാറി. അപ്പം ഞാൻ ഇവിടെ ഒഴിച്ചത് ഒരു ഡ്രോപ്പാണ്. ഒരു ഡ്രോപ്പ് ഇതിൽ വീണിട്ടാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ മുഴുവനും സ്പ്രെഡ് ചെയ്ത് എന്തായത്? ഈ ലിക്വിഡിന്റെ കളർ ചേഞ്ച് ചെയ്ത് എന്തായി മാറിയത്? ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ കളറായിട്ട് മാറിയത്. ഇനി ഞാൻ ഇതിനെ വീണ്ടും വേറൊരു ഗ്ലാസ്സിനകത്തോട്ട് ഇതിന്റെ പകുതി ഒഴിച്ചു ഇതിനകത്തോട്ട്. എന്നിട്ട് വീണ്ടും ബാക്കി എന്താണ്? വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഇതിനേക്കാളും ലൈറ്റ് കളറിൽ ഇവിടെ ആ ഒരു വാട്ടർ ഫോം ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര വേണേലും ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സോ ആ ഒരു ഉജാലയുടെ പാർട്ടിക്കിൾസിൽ നിന്നാണ് നമ്മൾ ഇത്രയും ആക്കിയെടുത്തത്. അപ്പൊ ഇവിടം വരെ, ഈ ഒരു ഗ്ലാസ്സിൽ വരെ അതിന്റെ പാർട്ടിക്കിൾസ് പ്രസന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? സോ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് ഒരുപാട് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ കുഞ്ഞു 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 പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഇതിനകത്ത് വരെ പ്രസന്റ് ആയി. അപ്പൊ മനസ്സിലായോ? അത്രയും ചെറുതാണ് നമ്മുടെ പാർട്ടിക്കിൾസ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. These particles of matter are too small, so they cannot be seen by naked eyes or simple microscope. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ സാധിക്കത്തില്ല. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, particles of matter are continuously moving as they possess kinetic energy. Kinetic energy possess ചെയ്യുന്നവരാണ് മാറ്റർ. ഇനി what do you mean by kinetic energy? ഈ kinetic energy എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യാനുള്ള എനർജിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എനർജി ഓഫ് മോഷൻ. ഇറ്റ് ഈസ് കോൾഡ് എനർജി ഓഫ് മോഷൻ. സോ ഈ എനർജി ഓഫ് മോഷൻ ആണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ മൂവ് ചെയ്യാനുള്ള ആ ഒരു എനർജി കൂടുതലായിരിക്കും. സോ പാർട്ടിക്കിൾസ് എന്ത് പോസസ് ചെയ്യുന്നുണ്ട്? ദേ പോസസ് കൈനറ്റിക് എനർജി. അതിന്റെ അർത്ഥം എന്താണ്? ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. With the increase of temperature, kinetic energy of the particle also increases. ഈ കേസ് പറഞ്ഞു തരണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയണം. നിങ്ങൾക്കറിയാം, നമ്മൾ ചായ കുടിക്കുന്നവരാണല്ലോ എല്ലാവരും. ചായ കുടിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ചായ തിളപ്പിച്ചിട്ടാണ് ചായപ്പൊടി ഇടുന്നത്. അതല്ലാതെ പച്ചവെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എന്താ? ഇത് ഹോട്ട് വാട്ടർ, ഇത് കോൾഡ് വാട്ടർ. ഇതിൽ രണ്ടിലും ഞാൻ ഓരോ ടീസ്പൂൺ തേയിലപ്പൊടി ഇടുകയാണ്. ടീ പൗഡർ ഇവിടെ ഇട്ടു. അപ്പോ ഏതിനകത്തായിരിക്കും പെട്ടെന്ന് ചായപ്പൊടിയുടെ കളറും? നമുക്കറിയാം, ചായ ഇടുമ്പോ ആ കളർ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് ഹോട്ട് വാട്ടറിലായിരിക്കോ അതോ കോൾഡ് വാട്ടറിലായിരിക്കോ? നിങ്ങൾ ചായ ഉണ്ടാക്കുന്ന എന്താ? ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ടില്ലേ? കാരണം എന്താണ്? അത് പെട്ടെന്ന് സ്പ്രെഡ് ആകും. അത് നമുക്കറിയാം, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ തന്നെയാണ് ഇത് നമ്മുടെ കൈനറ്റിക് എനർജിയെ കുറിച്ച് പറയുന്നത്.
അപ്പൊ കോൾഡ് വാട്ടറിൽ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഇട്ടു. ഇവിടെ പാർട്ടിക്കിൾ എന്തായിരുന്നു? ടീ പൗഡർ. ആ ടീ പൗഡർ എന്ത് സംഭവിച്ചു? കുറെ നേരം ഇങ്ങനെ കഴിഞ്ഞ് കുറെ നേരം വെച്ചിരുന്നാല് അതിന്റെ കളർ ഇങ്ങനെ പയ്യെ ഇറങ്ങി വരും അല്ലെ? അപ്പൊ അതിന്റെ മൂവ്മെന്റ് വളരെ 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 സ്ലോ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഹോട്ട് വാട്ടറിൽ ഇട്ട് കൊടുത്തത് എന്താണ്? പെട്ടെന്ന് സ്പീഡായിട്ട് അതങ്ങ് സ്പ്രെഡായി അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ മൂവ്മെന്റ് കൂടി. ഈ ടീ പാർട്ടിക്കിള് നമ്മുടെ ഈ വാട്ടറിനകത്ത് പെട്ടെന്ന് മൂവ് ചെയ്ത് സ്പ്രെഡ് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? അതായത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടി. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. സോ പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ. അതുപോലെ തന്നെയാണ് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോഴും. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഒരു കാപ്പിക്കകത്ത് പഞ്ചസാര ഇട്ട് ചുമ്മാ വെച്ചിരുന്നാല് എന്താ സംഭവിക്കുന്നത്? അത് പയ്യെ ഒരു 2, 3, 4, 5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും അത് ഒന്ന് അലിഞ്ഞ് വരുന്നത് അല്ലെ? പക്ഷെ നമ്മളൊരു സ്പൂൺ ഇട്ട് പെട്ടെന്ന് ഇറക്കുമ്പോ എന്തുകൊണ്ടാണ് സ്പൂൺ ഇട്ട് ഇളക്കുന്നത്? അതിന്റെ മൂവ്മെന്റ് കൂട്ടുവാണ്. അതായത് പഞ്ചസാരയുടെ മൂവ്മെന്റ് ഇങ്ങനെ കൂട്ടുവാണ്. സ്പ്രെഡ് ആക്കാനുള്ള മൂവ്മെന്റ് കൂട്ടി എന്ത് സംഭവിക്കും? അതിന്റെ പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും അല്ലെ? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്താൽ എന്താണ്? ആ പഞ്ചസാര മുഴുവനും നമ്മുടെ ആ ഗ്ലാസ് ഓഫ് എന്താണോ എടുത്തിരിക്കുന്ന, വെള്ളമാണെങ്കിൽ വെള്ളം, ടീ ആണെങ്കിൽ ടീ, കോഫിക്കകത്ത് അലിഞ്ഞ് ഇല്ലാണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇളക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു. ഇതിനകത്ത് ഞാനൊരു എക്സ്ട്രാ നോളജ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. സോ ഇവിടെ കൈനറ്റിക് എനർജിയുടെ കാര്യം പഠിച്ചു. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പാർട്ടിക്കിൾസ് ഒരു റാൻഡം മൂവ്മെന്റ് ആണ്. ഇത് കണ്ടോണം, നമ്മുടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, ഓരോ പാർട്ടിക്കിൾസും കറക്റ്റ് ഒരു പാത്ത് ഫോളോ ചെയ്താണ് പോകുന്നത്. കണ്ടോ, ഇവിടുന്ന് ഈ ഒരു പാർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. കേട്ടോ, ഇവിടെ ശരിക്കും ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് കണ്ടോ. ഒരു കറക്റ്റ് ആയിട്ട് ഒരു വഴി കൂടെയാണ് പോകുന്നത്. അതിന് തോന്നിയ പോലെയൊക്കെ പോയി. ചിലതിൽ ചെന്ന് ഇടിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു ചെറിയ വൈബ്രേഷൻ, അതാണ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ പാർട്ടിക്കിൾസിന്റെ 6 ആക്ട് മൂവ്മെന്റ്, അതായത് 6 ആക്ട് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഈ മോഷനാണ് ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു പാർട്ടിക്കിൾ നിന്നു. നമ്മൾ പണ്ട് പയ്യെയാണ് മൂവ് ചെയ്തത് അല്ലെ? അതിനകത്ത് കാണിച്ചത്. അപ്പൊ അത് കൂട്ടണമെങ്കിലാണ്, അവിടെയൊക്കെ ആ മൂവ്മെന്റ് കൂട്ടാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടെമ്പറേച്ചർ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ സ്പീഡിൽ മൂവ് ചെയ്യും. സോ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോവാം. അങ്ങനെ ആ ഒരു പാത്തൊന്നും ഇല്ല, അതിന് ഇഷ്ടപ്രകാരം അതങ്ങ് മൂവ് ചെയ്യാണ്. സോ അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഡിഫ്യൂഷനെ കുറിച്ചാണ്. അപ്പൊ ഡിഫ്യൂഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ എന്താണ് കറക്റ്റ് ഡെഫിനിഷൻ എന്ന് നോക്കാം. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 different types of matter on their own is called diffusion. സ്വയം തന്നെ 2 പാർട്ടിക്കിൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ, 2 വ്യത്യസ്ത മാറ്ററിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ മിക്സ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇത് തന്നെ വീണ്ടും നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഒരു ഡ്രോപ്പ് കളേർഡ് ആയിട്ടുള്ള ലിക്വിഡ് ഞാൻ ഇവിടെ കൊടുത്തു. ആ ലിക്വിഡ് എന്ത് ചെയ്തു? പയ്യെ എന്ത് ചെയ്തു? ഈവൻ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ വാട്ടറിന്റെ, ഇവിടെ നേരത്തെ വാട്ടറിന്റെ ട്രാൻസ്പെറന്റ് കളർ എന്തായിട്ട് മാറി? ഒരു ലൈറ്റ് പർപ്പിൾ കളറായി. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ? ഇവ എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് വന്ന് സ്പ്രെഡായി, അതായത് മിക്സ് ആയി. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തത് ഈ ലിക്വിഡ് ഇതാന്ന് വിചാരിക്കുക. അതിന്റെ പാർട്ടിക്കിൾസ് ആണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് സമയം കഴിയും തോറും നമുക്കറിയാം ഇതിനൊരു മൂവ്മെന്റ് ഉണ്ട് അല്ലെ? പാർട്ടിക്കിൾസ് സ്വന്തമായിട്ട് മൂവ് ചെയ്യും. അത് നമുക്കറിയാലോ, ബ്രൗണിയൻ മോഷൻ. സോ അതിങ്ങനെ മൂവ് ചെയ്ത് പയ്യെ എന്തായി? അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് എന്തായി? കണ്ടോ, ഇത് ഫുൾ ഈവൻ ആയിട്ട് സ്പ്രെഡ് ആയി, മിക്സ് ആയി. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ the rate of diffusion increases of increasing the temperature. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു. സോ ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തു. ടെമ്പറേച്ചർ കൂടുതലായാൽ എന്ത് സംഭവിച്ചു? നമ്മള് കൈനറ്റിക് എനർജി, പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടി അല്ലെ? അതിന് പെട്ടെന്ന് മൂവ്മെന്റ് വന്നു.
സോ ആ മൂവ്മെന്റ് കാരണം അത് പെട്ടെന്ന് എന്ത് ചെയ്തു, സ്പ്രെഡായി. കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് മൂവ് ചെയ്ത് സ്പ്രെഡായി. സോ ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ആ ചായയുടെ എക്സാമ്പിൾ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും തമ്മിൽ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. സോ അത് മനസ്സിലായി. ഇനി ഡിഫ്യൂഷൻ, ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. അവിടെ എന്തിലൊക്കെ നടക്കും? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡിലും സംഭവിക്കുന്നുണ്ട് ഡിഫ്യൂഷൻ, ലിക്വിഡ് സംഭവിക്കുന്നുണ്ട് ഡിഫ്യൂഷൻ, ഗ്യാസിലും സംഭവിക്കുന്നുണ്ട് ഡിഫ്യൂഷൻ. ഇപ്പൊ ലിക്വിഡിന്റെ കേസ് നമ്മളിവിടെ ഇതിനകത്ത് കണ്ടു. ഇനി ഗ്യാസിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അമ്മ കിച്ചണില് എന്തെങ്കിലും ഒരു സാധനം, നല്ല ഒരു കറി കുക്ക് ചെയ്യാണ്. കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അടിയിൽ ഇങ്ങനെ തിളപ്പിച്ച് തീയൊക്കെ കൊടുത്ത് തിളച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇത് കിച്ചണാണ്. നമ്മളത് ഈ വീടിന്റെ ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെ? സോ ഈ കറിയിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിൽ വന്ന് ഇങ്ങനെ എന്ത് 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 ഭംഗി, എന്ത് മണമായിരിക്കും, അല്ലെ? നമ്മളെങ്ങനെ അവിടെ ആ മുറിയിൽ നിന്ന് നമുക്ക് ആ മണം അടിക്കാനായിട്ട് സാധിക്കും. സോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഗ്യാസ് നമ്മുടെ ഈ കറിയിൽ നിന്ന് വരുന്ന ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? എയറിൽ മിക്സ് ആകും. എയറിൽ മിക്സ് ആയിട്ട് അത് എന്താണ്, മൂവ് ചെയ്ത് നമ്മുടെ മുറി വരെ എത്തി നമുക്ക് ആ മണം, ആ സ്മെല്ല് കിട്ടുന്നു. സോ ഇതൊരു കേസ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സ്പ്രേ, ഒരു പെർഫ്യൂം അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് എന്താണ്? പെർഫ്യൂം അടിച്ചു കഴിയുമ്പം അതിന്റെ മണം, ആ സുഗന്ധം ആ മുറിയിൽ മുഴുവൻ പരക്കുന്നതിന് കാരണം ഡിഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. കാരണം ഈ പെർഫ്യൂമിന്റെ പാർട്ടിക്കിൾസ് എന്താണ്, എയറിനകത്തോട്ട് മിക്സ് ആകുകയാണ്. എയറിനകത്ത് മിക്സ് ചെയ്ത് അത് ആ എയർ പാർട്ടിക്കിളിന്റെ കൂടെ മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. അതിന് നമുക്ക് മണം, ആ സ്മെല്ല് കിട്ടുന്നത്. സോ ഡിഫ്യൂഷന്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണ്. പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാറ്ററിന്റെ ഇടയിൽ ആ പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഡിഫ്യൂഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, അല്ലെ? ഡിഫ്യൂസ് ചെയ്ത് എന്താണ്, അതിന്റെ ഇടയിലെല്ലാം ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞു. ആ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ഈ പാർട്ടിക്കിളിന് ഇരിക്കാൻ ഒരു സ്പേസ് ഇല്ലെങ്കിൽ അതെങ്ങനെ സ്പ്രെഡ് ചെയ്യും? അപ്പൊ ഞാൻ പറയുകയാണ്, ഞാനൊരു സോളിഡിന്റെ മേളില് കൈ കൊണ്ട് വെച്ചിട്ട് അതിന്റെ അതായത് ഒരു തടി കഷ്ണത്തിന്റെ മേളിൽ കൈ കൊണ്ട് വെച്ചിട്ട് അതിന്റെ ഇടയിലോട്ട് ഞാൻ ഇങ്ങനെ എന്റെ കൈ കുത്തി ഇറക്കാൻ നോക്കിയാൽ നടക്കുവോ? ഇല്ല. കാരണം എന്താണ്? അതിന്റെ ഇടയിൽ സ്പേസ് ഇല്ല, അല്ലെ? ആ സ്പേസ് ഇല്ലാത്തടത്തോളം കാലം എനിക്ക് എന്റെ കൈ അതിനകത്തോട്ട് ഇറക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഈ കേസിൽ വരുന്നത്. എന്താണ്? പാർട്ടിക്കിൾസിന് എന്ത് വേണം? സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ പറയാം. ഇവിടെ ഈ ഷുഗറിന്റെ സൊല്യൂഷൻ എടുക്കാണ്. ഞാൻ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തു. അതിനകത്തോട്ട് ഞാൻ എന്തിട്ടു? ഷുഗർ ഇട്ടിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്തു. പറഞ്ഞു, എന്താണ് മിക്സ് ചെയ്യുന്നത്? എന്തിനാന്നാ പറഞ്ഞത്? കൈനറ്റിക് എനർജി കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് മിക്സ് ചെയ്തത്. അപ്പൊ മിക്സ് ചെയ്തോണ്ടിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താണ്? പെട്ടെന്ന് തന്നെ ഷുഗർ എന്ത് ചെയ്തു? കാണാതായി, ഡിസപ്പിയർ ആയി. എന്താണ് അവിടെ സംഭവിച്ചത്? ഷുഗർ വെള്ളത്തിനകത്ത് അലിഞ്ഞു പോയതാണ്, അല്ലെ? വെള്ളത്തിനകത്ത് അലിഞ്ഞു. അതെങ്ങനെയാണ് അലിഞ്ഞത്? സോ നമുക്കതിന് ഈ ഡയഗ്രാം ഇവിടെ നോക്കാം. ഇത് ഷുഗർ പാർട്ടിക്കിൾ ആണ്. ഇതിനകത്തോട്ട് ഞാൻ വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ മോളിക്യൂളാണ്. വാട്ടറിന്റെ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്താണ് ഇവിടെ എന്തായിട്ട് കാണിച്ചിരിക്കുന്നത്? ബ്ലൂ ആയിട്ട് കാണിക്കുന്നത്. ഷുഗറിന്റെ പാർട്ടിക്കിൾസ് റെഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഡിസോൾവ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസോൾവ് ആയി കഴിയുമ്പോൾ ഇത് കണ്ട, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ട്. സ്പേസിനകത്ത് ഇങ്ങനെ ഈ ഷുഗർ പാർട്ടിക്കിൾസ് കേറി അങ്ങ് ഇരിക്കും. അങ്ങനെ കേറി ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് കാണാനായിട്ട് സാധിക്കാത്തത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു കുപ്പി ഇതൊരു മാറ്റർ ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി കേട്ടോ. ഇമാജിൻ ചെയ്യുക മാത്രമേ. നമുക്ക് കുഞ്ഞു പാർട്ടിക്കിൾസിനെ നമുക്ക് മനസ്സിലോട്ട് കൊണ്ടുവരാൻ പാടാണെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾസ്, ആ മാറ്ററും ഈ ഒരു കുപ്പിയാണെന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് ഞാൻ കുറെ പെബിൾസ് അങ്ങ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഈ പെബിൾസ് നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇത് നിറഞ്ഞിരിക്കുവാണ്, അല്ലെ? നിറഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? ഇത് തിരിച്ച് പോകുമോ? ഇല്ല. ചെറിയൊരു ഗ്ലാസ് വെള്ളമാണ്, അല്ലെ?
അപ്പൊ അത് ഇതിനകത്ത് കൊള്ളാൻ പറ്റും. കാരണം ഇതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു 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 സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്തോട്ട് എന്ത് ചെയ്യും, ഈ വെള്ളത്തിന്റെ പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് ഉൾക്കൊണ്ട് അവിടെ അങ്ങിരിക്കും അല്ലെ. നമുക്കറിയാം ഒരു പരിധി കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെളിയിൽ പോകും, അത് വേറെ കാര്യം. പക്ഷെ ഒരു ചെറിയ അളവില് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിന്റെ ഇടയിൽ അത് ഉൾക്കൊണ്ടിരിക്കും. ആ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്കിതാ എവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെയും കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ പാർട്ടിക്കിൾസ്, വെള്ളത്തിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്താണ്, കുഞ്ഞു കുഞ്ഞു സ്പേസസ് ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് സ്പേസ് കാണുന്നത്, തൊട്ട് തൊട്ടല്ല ഇതിരിക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ ഇടയിലാണ് ആര് കയറിയിരിക്കുന്നത്, നമ്മുടെ ഷുഗർ പാർട്ടിക്കിൾസ് കയറിയിരിക്കുന്നത്. അങ്ങനെ കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അത് അലിഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ മധുരം ഉണ്ടാവും. മധുരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ആ പാർട്ടിക്കിൾ സ്റ്റിൽ അവിടെ പ്രസന്റ് ആണ് അല്ലെ. പക്ഷെ നമുക്കത് കാണാൻ കാണാൻ സാധിക്കത്തില്ലെന്നേ ഉള്ളൂ. കാരണം അത് വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ കയറിയിരിക്കുകയാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഷുഗർ ഇതിനകത്ത് ലയിച്ച് കഴിഞ്ഞാൽ, അതായത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഈ വാട്ടർ ലെവൽ കൂടുന്നില്ല. വാട്ടറിന്റെ ലെവൽ എന്താണ്, സെയിം. നേരത്തെ എത്രയാണോ ലെവൽ ഉണ്ടായിരുന്ന ആ ലെവൽ തന്നെയായിരിക്കും ഇത്. കാരണം എന്താണ്, ഷുഗർ പാർട്ടിക്കിൾ വേറെ എക്സ്ട്രാ ഇതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ എന്താണ്, വെള്ളത്തിന്റെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു സ്പേസസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ എക്സ്ട്രാ സ്പേസ് എടുക്കുമ്പോഴാണ് അതിന്റെ ലെവൽ റൈസ് ആകുന്നത്. സോ ആ സ്പേസ്, വാട്ടറിന്റെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു സ്പേസ് എടുത്തത് കൊണ്ട് വാട്ടർ ലെവലിൽ റൈസസ് ഒന്നും കാണുന്നില്ല. സെയിം ലെവല് തന്നെയായിരിക്കും, നേരത്തെ ഉണ്ടായിരുന്ന അതേ ലെവല് തന്നെയായിരിക്കും ഷുഗർ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ എന്താണ് അർത്ഥം, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, when sugar is dissolved in water, the particles of sugar disappear in water. This happens because the particles of sugar get adjusted in the spaces between the particles of water. Additionally, you will notice that there is no rise in water level take place when 1 or 2 teaspoon of sugar is added a glass of water. 1-2 സ്പൂൺ ആകുമ്പോൾ റൈസ് കാണത്തില്ല കേട്ടോ. കുറെ 1 കിലോ ഒക്കെ ഇട്ട മേലിൽ പോകും, അത് വേറെ കേട്ടോ. അന്നേരം സ്പേസ് ഒക്കെ കൂടും. നമുക്ക് ആ ഷുഗർ പാർട്ടിക്കിൾസിന് അതിനകത്ത് ഇടിക്കാനായിട്ടുള്ള സ്പേസ് കിട്ടാതെ വരും. അപ്പൊ അതിന്റെ ലെവല് അങ്ങ് കൂടും. അത് ഞാൻ വലിയ 1-2 ടീസ്പൂൺ ഷുഗറിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. This is because sugar particles get adjusted in the space between the particles of water and no rise in the water level comes in result. അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇത് തന്നെ തെളിയിക്കാൻ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് എ ലോട്ട് ബിക്കോസ് ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഇതാണ് ഗ്യാസ് പാർട്ടിക്കിൾസ്. ഗ്യാസ് പാർട്ടിക്കിൾസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഗ്യാസ് പാർട്ടിക്കിൾസ് നമുക്കറിയാം അതിങ്ങനെ സ്പ്രെഡായി, ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി പോകും. അവർ തമ്മിൽ ഒരുപാട് സ്പേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മളൊരു പിസ്റ്റൺ, സപ്പോസ് ഇതൊരു പിസ്റ്റൺ ഫോമിലുള്ള സാധനമാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ അമക്കി എന്ത് ചെയ്യാം, അതിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെ, എന്തുകൊണ്ടാണ് ഒരുമിച്ച് കൊണ്ടുവരുന്നത്, അതിന്റെ സ്പേസ് തമ്മിൽ എന്താണ്, റെഡ്യൂസ് ആവുകയാണ്. 2 ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസ് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് കുറഞ്ഞ് ഇതേപോലെ ചെറിയ ഏരിയയിലോട്ട് അതെല്ലാം കൂടി അങ്ങനെ വരും. അപ്പം അതിന്റെ അർത്ഥം, അതായത് ആ പിസ്റ്റൺ നമുക്ക് സിറിഞ്ചിന്റെ പിസ്റ്റൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നതിന് കാരണം ഇവിടെ എയർ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഇടയിൽ സ്പേസ് ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എയർ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അത്രയും സ്പേസ് നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുക്കുന്നതുകൊണ്ടാണ്. സോ ഈ എക്സാമ്പിൾസ് നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് എ ലോട്ട് ബിക്കോസ് ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അവര് തമ്മിലുള്ള സ്പേസ് കൂടുതലായത് കൊണ്ടാണ് ഗ്യാസ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ സ്പേസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഇത് 2 എണ്ണം മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് particles of matter attract each other because of force of attraction. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും മോളിക്യൂൾ അറേഞ്ച്മെന്റ് ഒന്ന് പഠിക്കണം. സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. കണ്ടോ, ഇതൊരു പാർട്ടിക്കിള്,
ഇതൊരു പാർട്ടിക്കിൾ. വളരെ 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 അടുത്തടുത്താണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിക്വിഡിന്റെ കേസിൽ എങ്ങനെയാന്ന് നോക്കിയേ, ഇവിടെ ഒരു പാർട്ടിക്കിൾ വന്നു, ശക്കലം മാറി, അതായത് സോളിനേക്കാളും ഒരു ചെറിയ സ്പേസ് കൂടിയിട്ടുണ്ട്. ദാ ഇങ്ങനെ സ്പേസ് കുറെയൊക്കെ കൂടി വരുന്നു സോളിഡിനെ അപേക്ഷിച്ച്, അല്ലെ? അപ്പൊ ഇടയ്ക്ക് ചെറിയ സ്പേസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന് സാരം. സോ അങ്ങനെയാണ് ലിക്വിഡിന്റെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഗ്യാസിന്റെ അറേഞ്ച്മെന്റ് നോക്കിക്കേ, പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ അതിൽ നിന്നും വളരെ ദൂരത്തിലായിരിക്കും അടുത്ത പാർട്ടിക്കിൾ, അതിൽ നിന്നും ഒരുപാട് അകലത്തിലായിരിക്കും അടുത്ത പാർട്ടിക്കിൾ. ഇങ്ങനെയാണ് ഗ്യാസിന്റെ അറേഞ്ച്മെന്റ്. ഇനി സോളിഡ് പാർട്ടിക്കിൾസ് നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. ഒരു ഇരുമ്പ് റോഡ്, അയൺ റോഡ്, പിന്നെ എന്താണ്, ഒരു ടേബിൾ, ഒരു ചോക്ക്. ഈ 3 എക്സാമ്പിൾ നമ്മൾ നോക്കാം. അയൺ റോഡ് വെച്ചാല് നമ്മൾ സ്വന്തം കൈ വെച്ച് നമുക്ക് ഈ അയൺ റോഡിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല, അല്ലേ? നമുക്ക് നല്ലപോലെ ബലം പ്രയോഗിക്കേണ്ടി വരും. അതേപോലെ ടേബിള്, നമ്മളിപ്പം എന്തിലാണോ ഇരിക്കുന്നത്, അല്ലെ ചെയർ, ടേബിള്, ഇതെല്ലാം നമ്മുടെ കൈ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെയും നമുക്ക് നല്ല ഫോഴ്സ് കൊടുക്കണം, അല്ലെ? പിന്നെ ചോക്ക് നമുക്ക് എന്താണ്, എഴുതുന്ന ചോക്ക് ചെറുതായിട്ടൊന്ന് ബലം പ്രയോഗിച്ചാൽ അത് ഒടിക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും നമുക്കൊരു ചെറിയൊരു ബലം അവിടെ അതിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇനി അടുത്തത് ലിക്വിഡിന്റെ കേസിൽ വന്നാല് നമ്മളറിയാം, കുഞ്ഞിലെ നമ്മൾ ഒരുപാട് ടാപ്പില് വെള്ളം തുറന്നു വെച്ച് കളിച്ചിട്ടുണ്ട്, അല്ലെ? വെള്ളം തുറന്നു വെച്ചിട്ട് കൈ വെച്ചത് ആ വെള്ളത്തിന്റെ ആ പാത്ത് ബ്രേക്ക് ചെയ്ത് വിടും, അല്ലെ? അപ്പൊ അത് ഈസി ആയിട്ട് ബ്രേക്ക് ആവത്തില്ല, നമ്മൾ അറിയുന്ന പോലും ഇല്ല. നമ്മൾ ആ കൈ മൂവ് ചെയ്ത് പോകുമ്പോൾ, അതായത് ഒരു ഫോഴ്സും പ്രയോഗിക്കേണ്ട, അത് അങ്ങ് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോവാണ്, അല്ലെ? സോ അങ്ങനെയാണ് നമ്മുടെ ലിക്വിഡില് പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലിക്വിഡിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. ഇനി ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്, അത് വരാം. ഇനി ഗ്യാസിന്റെ കേസിൽ എങ്ങനെയാണ്? നമ്മൾ ഗ്യാസ് കൈ നമുക്ക് എയറിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പോലും കൈ എടുത്താണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ എയറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ മൂവ്മെന്റ് മുഴുവൻ നടക്കുന്നത് എയറിലൂടെയാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ പിക്ചറിനകത്ത് നമ്മൾ സോളിഡ് പാർട്ടിക്കിൾസ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരിക്കുകയാണ്, അല്ലെ? വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവരുടെ ഇടയിൽ തമ്മിൽ ഒരു സ്പേസ് ഉണ്ട്. ഇവരൊക്കെ ഓരോ പാർട്ടിക്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഇവരുടെ ഇടയിൽ സ്പേസ് വരുന്നുണ്ട്. സോ ഞാന് ഈ കൂട്ടത്തിൽ നിന്നും ഒരാളെ ഇവിടെ നിന്നും എനിക്ക് ഫോഴ്സ്ഫുള്ളി മാറ്റുവാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നും ഒരാളെ ഫോഴ്സ്ഫുള്ളി ഞാൻ ബലം പ്രയോഗിച്ച് മാറ്റുവാണെന്ന് വിചാരിക്കുക. എനിക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നത് ആരെയായിരിക്കും? ഇവരെയാണോ അതോ ഈ കുട്ടിയെയാണോ? ആരെയായിരിക്കും മാറ്റേണ്ടി വരുന്നത്? എനിക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നത് ഇതായിരിക്കും. കാരണം ഈ കൈയുടെ ഈ ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പമായിരിക്കും. അത്യാവശ്യം നല്ലപോലെ ഒന്ന് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് എനിക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഈ കുട്ടി കണ്ട് എല്ലാവരും നല്ല ഷോൾഡർ കഴിച്ച് ഹെൽഡ് ചെയ്താണ് ഇരിക്കുന്നത്, ഭയങ്കര പിടിച്ചാണ് വെച്ചിരിക്കുന്നത്, അല്ലെ? സോ ഈ കുട്ടീനെ മാറ്റാനായിട്ട് എനിക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇവര് തമ്മിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണുള്ളത്, അല്ലെ? വളരെ ടൈറ്റ് ബോണ്ടിങ് ആണ്. ഇവിടെ എനിക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റിയത് ഇവര് തമ്മിലുള്ള ബോണ്ടിങ്ങിൽ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ ഈ കേസ് നമുക്ക് ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യാം. ഇത് നോക്കുക. നോക്കുമ്പോഴെന്താണ്, സോളിഡിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ അകലം വളരെ കുറവാണ്. അകലം വളരെ കുറവാകുമ്പോൾ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ നമുക്കറിയാം, മാഗ്നറ്റ് നമ്മളൊരു സെഫ്റ്റി പിൻ മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുപോയാൽ അകന്നിരിക്കുമ്പോഴാണോ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നത്, അതോ തൊട്ടടുത്തിരിക്കുമ്പോഴാണോ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നത്? നമുക്കറിയാം, അടുത്ത് വരുമ്പോഴാണ്, അല്ലെ? അതേപോലെ തന്നെ സോളിഡിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് മറ്റുള്ള ഈ ലിക്വിഡിനേക്കാളും ഗ്യാസിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിന്റെ കേസിൽ എങ്ങനെയായിരിക്കും?
സോളിഡിനെ അപേക്ഷിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. കാരണം കുറച്ച് സ്പേസ് ഉണ്ട് അവരുടെ ഇടയിൽ, അല്ലെ? പക്ഷെ ഗ്യാസിനെ അപേക്ഷിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. കാരണം എന്താ? ഗ്യാസിന്റെ സ്പേസ് ഇതേ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് വലുതാണ്. അവ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ മേലാത്ത രീതിയിലാണ്, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ്, അല്ലെ? സോ ലിക്വിഡിന് എന്താണ്? മോഡറേറ്റ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിനേക്കാളും കുറവും എന്നാൽ ഗ്യാസിനേക്കാളും കൂടുതലുമാണ് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. അപ്പൊ മനസ്സിലായോ? സ്പേസും അട്രാക്റ്റീവ് ഫോഴ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? സ്പേസ് കുറവാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ അതാണ് സോളിഡിന്റെ കേസിൽ സ്പേസ് ഇങ്ങനെ വളരെ 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 കുറവാണ്. ലിക്വിഡിന്റെ കേസിൽ സോളിഡ്സിനേക്കാളും എന്താണ്? സ്പേസ് ഉണ്ട്. കണ്ടോ? മോളിക്യൂൾസ് തമ്മിൽ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. സോ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് സോളിഡിനേക്കാളും കുറവായിരിക്കും. പിന്നെ ഗ്യാസിന്റെ കേസില് സ്പേസ് ഒരുപാട് കൂടുതലാണ്, അല്ലെ? രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ കീപ്സ് ദ പാർട്ടിക്കിൾസ് ബോണ്ടഡ് ടുഗദർ. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവര് ബോണ്ട് ചെയ്തിരിക്കാനുള്ള കാരണം. The force of attraction between the particles of solid is greatest, between the particles of liquid is moderate, and between the particles of gas is lowest. ആ കാര്യം മനസ്സിലായല്ലോ. Because of the lowest force of attraction between the particles of gas, we can move our hand through air easily. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അവര് തമ്മിൽ യാതൊരു നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവ്, ലോ ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹാൻഡ് എയറിൽ കൂടെ പെട്ടെന്ന് മൂവ് ചെയ്യാം. അതുപോലെ ടു മൂവ് അവർ ഹാൻഡ് ഇൻ ലിക്വിഡ് സച്ച് ആസ് വാട്ടർ വി ഹാവ് ടു അപ്ലൈ സം ഫോഴ്സ്. ഈ സം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോഴ്സ് നല്ല ഉദ്ദേശം കേട്ടോ. എയറിനേക്കാളും കുറച്ചുകൂടി ഒരു ബലം പ്രയോഗിക്കേണ്ടി വരും വാട്ടറിനകത്തൊക്കെ മൂവ് ചെയ്യുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും ചെറിയതായിട്ട് ഇവിടെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ ലിക്വിഡിനകത്താണ്. ബട്ട് ഫ്രം സോളിഡ് സച്ച് ആസ് വുഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് മൂവ് അവർ ഹാൻഡ്. ഇത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല എന്ന് തന്നെ പറയാം. ഇൻ ലിക്വിഡ് ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഈസ് മോഡറേറ്റ് ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻ സോളിഡ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഗ്യാസിന്റെ നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ അത് വളരെ 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 ചെറുതാണ്. അതാണ് നെഗ്ലിജിബിളിന്റെ മീനിങ്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ഓർഡറിൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻക്രീസ് ചെയ്ത ആള് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോളിഡിന്റെ ഗ്രേറ്റ്, അത് കഴിഞ്ഞ് ലിക്വിഡ്, അത് കഴിഞ്ഞ് ഗ്യാസ്. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. സോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. എന്തുകൊണ്ടാണ് അട്രാക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി അടുത്തത് നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. സോളിഡ് സ്റ്റേറ്റിന്റെ ഒരു കാര്യം നമുക്കറിയാം, എന്താണ്? The space between the particle is very less. സ്പേസ് എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? The force of attraction between the particle is strong. സ്പേസ് കുറവായത് കൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. Thus the particles in a solid are closely packed. ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നോക്കിയേ ഈ സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ട ഇതുപോലെ തന്നെ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സോളിഡ് മെയിൻറ്റെയിൻ ദെയർ ഷേപ്പ് ഈവൻ വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സ്. ദേ ആർ റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് അവരുടെ ഷേപ്പ് എപ്പോഴും കീപ്പ് ചെയ്യും. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഇനി നമ്മുടെ റബ്ബർ ബാൻഡിന്റെ ഷേപ്പ് ഇതുപോലെ ഇരിക്കുന്ന റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടു വന്നു. പക്ഷെ ആ ഫോഴ്സ് റിലീസ് ആയ ഉടനെ, അത് ഞാൻ ആ ഫോഴ്സ് വിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതെന്ത് ചെയ്യും? അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു വരും. മനസ്സിലായോ? അപ്പം എക്സ്റ്റേണൽ സോളിഡ്സ് മെയിൻറ്റെയിൻ ദെയർ ഷേപ്പ് ഈവൻ വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സ് എടുത്താലും നമുക്ക് അത് എപ്പോഴും അത് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ദേ ആർ റിജിഡ്. അവര് റിജിഡ് ആണ്, അറിയാലോ, ഭയങ്കരമായിട്ട് ബോണ്ടഡ് ആയിട്ട് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ദേ ആർ റിജിഡ്. സോളിഡ്സ് കനോട്ട് ബി കംപ്രസ് ചെയ്യാൻ പറ്റുമോ?
ഞാനൊരു സോളിഡിന്റെ എന്തെങ്കിലും ഒരു വസ്തു പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ അതിന്റെ സ്പേസ് നമുക്ക് ഗ്യാസിന്റെ ഒക്കെ വോളിയം കുറയ്ക്കുന്ന പോലെ അതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല അല്ലെ? വോളിയം അല്ല, സോറി, എന്താണ് അതിന്റെ ആ സ്പേസ് കുറയ്ക്കുന്ന പോലെ. നമ്മൾ പിസ്റ്റന്റെ എക്സാമ്പിൾ കണ്ടു. അപ്പം ഞാൻ എന്താണ് നമ്മൾ ഇതിനകത്ത് ഈ കേസിൽ കണ്ടപ്പോഴത്തേക്കിനും നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് എയർ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പിസ്റ്റൺ ഇങ്ങനെ ഈസി ആയിട്ട് താത്തിരിക്കുകയെന്ന് വെച്ചു, താത്തി കൊണ്ടുവരാം എന്ന് കണ്ടു. ഇനി ഈ പിസ്റ്റൺ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് കുറെ മുത്തിട്ട് കഴിഞ്ഞ് ഇത് എവിടം വരെ മുത്തെടുത്ത്, ഈ പിസ്റ്റൺ ഇങ്ങോട്ട് അനങ്ങുവോ? ഇതിനെ നമുക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സോളിഡിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് മനസ്സിലായല്ലോ. ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് വെരി ലെസ്. കൈനറ്റിക് എനർജി വെരി ലെസ് ആണ്. കാരണം നിങ്ങൾ ഓർക്കും ഇത്രയും ടൈറ്റ് ആയിട്ടിരിക്കും, അപ്പൊ ഇതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വെരി ലെസ് അല്ല, കൈനറ്റിക് എനർജി ഇല്ലെന്ന് തന്നെ പറയാൻ പാടില്ലേ എന്ന് ചോദിക്കാം. ഇല്ല, നമ്മൾ അനങ്ങാതിരുന്നാൽ തന്നെ നമ്മൾ പറയാം ബ്രൗണിയൻ മൂവ്മെന്റ് ഉണ്ട്, ചെറുതായിട്ട് എപ്പോഴും ഒരു വൈബ്രേഷൻ പാർട്ടിക്കിൾസിന് ഉണ്ടാവും. അപ്പൊ നമ്മൾ അനങ്ങാതിരുന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കണ്ണ്, പിന്നെ റെസ്പിറേഷൻ, ഹൃദയമിടിപ്പ് ഇതൊക്കെ നടക്കുന്ന പോലെ തന്നെ പാർട്ടിക്കിൾസിന് അങ്ങനെയുള്ള ചെറിയ ഒരു മോഷൻ ഉണ്ടായിരിക്കും. കൈനറ്റിക് എനർജി കുറവാണെന്നാണ് പറയുന്നത്, വെരി ലെസ്. ഇത്രയും അടുത്തിരുന്നാലും കൈനറ്റിക് എനർജി ഉണ്ട്, പക്ഷെ അത് കുറവാണ്. ആൻഡ് സോ സോളിഡ്സ് ഹാവ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ്. അതുകൊണ്ട് കറക്റ്റ് ഒരു ഓർഡർ ആയിട്ടാണ്, കണ്ടോ, നന്നായിട്ട് നല്ല ഓർഡർ ആയിട്ടാണ് ഇത് നീറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താണ്? അപ്പൊ അത്രയും പറയാം. സോളിഡ്സ് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ആൻഡ് വോളിയം. അപ്പം സോളിഡിന് എത്ര നല്ലൊരു ഫിക്സഡ് ആയിട്ട് ഷേപ്പും ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഫിക്സഡ് ഷേപ്പ് ഉണ്ടെന്ന് എങ്ങനെയാ? ഈ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ്, ഇത് ഞാൻ ഒരു കണ്ടെയ്നർ ഇവിടെ ഇരിക്കുകയാണ്, ഇതിനകത്ത് എടുത്ത് വെച്ചാലും ഈ ട്രയാങ്കിൾ ഷേപ്പ് മാറുമോ? ഇല്ല. ഇതിന്റെ വെയിറ്റ് മാറുമോ? ഇല്ല. അപ്പം അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള വോളിയവും ഉണ്ട്, ഒരു ഷേപ്പും ഉണ്ട്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡിന്റെ സ്പേസ് നമ്മൾ സോളിഡിനേക്കാളും അറിയാലോ, ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ സ്പേസ് കൂടുതലാണ്. സ്പേസ് കൂടുതലാകുമ്പോ എന്ത് സംഭവിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. മനസ്സിലായോ? സോ എന്താ സംഭവിക്കുന്നത്? ഇതിന് സ്പേസ് എന്തിനേക്കാളുമാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നത്? നമ്മുടെ സോളിഡിനേക്കാളും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. പക്ഷെ ഗ്യാസിനേക്കാളും കൂടുതലാട്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് മനസ്സിലായല്ലോ. സോ ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് സ്ലൈറ്റ്ലി മോർ കമ്പയർഡ് ടു സോളിഡ്സ്. സോളിഡ്സിനേക്കാളും സ്പേസ് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ വെരി ലെസ് ആസ് കമ്പയർഡ് ടു ഗ്യാസസ്. പക്ഷെ ഗ്യാസസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ലെസ് ആണ്. The particles of liquid can slip and slide over each other. ഒരെണ്ണത്തിന് സ്ലൈഡ് ഓവർ ചെയ്യാനൊക്കെ സാധിക്കും. The force of attraction between the particle is strong. Force of attraction between the particle strong ആണ് അല്ലെ? Strong enough to hold the particles together but not strong enough to hold the particles in a fixed position. ഇതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും, പക്ഷെ ഇതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിർത്താനായിട്ട് സാധിക്കില്ല. അത് എപ്പോഴും ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ലിക്വിഡ് നിലത്തൊഴിച്ച അങ്ങനെ അവിടെ തന്നെ സോളിഡ് ഇരിക്കുന്ന പോലെ ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുവോ? ഇല്ല, അത് ഫ്ലോ ചെയ്യും അല്ലേ? അപ്പോൾ അത് ഫ്ലോ ചെയ്തോണ്ടേ ഇരിക്കും. ഇനി ലിക്വിഡിന് ഇതിനെ ഞാൻ ഒരു ലിറ്റർ ലിക്വിഡ് ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും അതിന് അല്ലെ? ഒരു ലിറ്റർ തന്നെ ഉണ്ടാകും, പക്ഷെ ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടുന്ന് ഈ ഗ്ലാസ്സിലുള്ള ആ ജ്യൂസിനെ ഞാൻ ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ വോളിയം 1 ലിറ്റർ തന്നെ ഉണ്ടാവും, പക്ഷെ എന്താ അതിന്റെ ഷേപ്പ് എന്താകും? ഈ കുപ്പി എങ്ങനെയാണോ ആ കുപ്പിയുടെ ഷേപ്പിലോട്ട് മാറും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ബട്ട് ഹാവ് എ ഫിക്സഡ് വോളിയം. ലിക്വിഡ് ടേക്സ് അപ്പ് ദ ഷേപ്പ് ഓഫ് എ കണ്ടെയ്നർ വിച്ച് ദേ ആർ poured. അവർ ഒഴിക്കുന്ന ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. നമുക്കറിയാം സോളിഡ്സിനേക്കാളും കൂടുതലായിരിക്കും. സോ ദാസ് ലിക്വിഡ്സ് ഹാവ് എ ഡിസോർഡർലി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കമ്പയർഡ് ടു സോളിഡ്സ്. അപ്പം മൂവ്മെന്റ് സോളിഡിനേക്കാളും കൂടുതലായിരിക്കും, കാരണം സ്പേസ് ഉള്ളത് കൊണ്ട് അവർക്ക് അത്യാവശ്യം മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിക്വിഡ്സിന് എങ്ങനെയാണ്? ഒരു ഡിസോർഡർ ആയിട്ടുള്ള, കഴിഞ്ഞ നേരത്തെ പോലെ സോളിഡ് എങ്ങനെയായിരുന്നു? ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കണ്ടോ? കറക്റ്റ് ഇങ്ങനെയാണ് ഇരുന്നത്. പക്ഷെ ലിക്വിഡ്സ് എന്താ?
കുറച്ച് ഡിസോർഡർ ആയിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണത്? അവരുടെ കൈനറ്റിക് എനർജി എന്താണ്? ഇതിനെ അപേക്ഷിച്ച്, നമ്മുടെ സോളിഡിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇനി ലിക്വിഡ്സ് കനോട്ട് ബി കംപ്രസ്ഡ് മച്ച്. കംപ്രസ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അധികം കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ദ കംപ്രസിബിലിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ. ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി ഗേഷ്യസ് സ്റ്റേറ്റ്. ഇപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റ്, ഇപ്പൊ ഇതിൽ നിന്ന് ഇത് രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് പറയാൻ എളുപ്പമാണ് അല്ലെ. ഗ്യാസ് എങ്ങനെയായിരിക്കുന്നത് കണ്ടോ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പാർട്ടിക്കിൾ ആണ് ഇത്രയും കണ്ടെയ്നറിനകത്തുള്ളത് അല്ലെ. ഈ കണ്ടെയ്നർ ഞാൻ മേളിലോട്ട് ഇത് ഇത്രയും സ്പേസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ കാണാവുന്ന ഇത്രയും ഈ പാർട്ടിക്കിൾസ് തന്നെ ഇത് ഇവിടെ മുഴുവനും സ്പ്രെഡ് ആയിട്ട് നിൽക്കും. കാരണം അവർക്ക് എത്രത്തോളം സ്പേസ് കിട്ടുന്നോ അത്രയും അവര് ആ ഒരു സ്ഥലം, ഏരിയ മുഴുവനും സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? പാർട്ടിക്കിൾസ് ആർ മച്ച് ഫാർദർ, ഭയങ്കര സ്പേസ് ആയിരിക്കും ഫ്രം വൺ അനദർ ആസ് കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ദേ ഹാവ് എ വെരി ഡിസോർഡർലി അറേഞ്ച്മെന്റ്. ഓർഡർ ഒന്നും ഇല്ല, ലിക്വിഡിനേക്കാളും ഡിസോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഡിസോർഡർലി അറേഞ്ച്മെന്റ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് നെഗ്ലിജിബിൾ. ഫോഴ്സ് ഉണ്ടോ? കാരണം സ്പേസ് ഒരുപാട് കൂടുതലാണ്. രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള സ്പേസ് കൂടുതലായതുകൊണ്ട് അവ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മൂവ്മെന്റ്, അവർക്ക് ഇഷ്ടം പോലെ എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യാം. ഒരാൾ പിടിച്ചു നിർത്തുന്നില്ല. അപ്പൊ ആ പിടിച്ചു നിർത്തുന്ന ആ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താണ്? അവരവരുടെ ഇഷ്ടത്തിന് നടക്കും. അത് എവിടെ വെക്ക് വേണമെങ്കിലും, ഇൻ ഓൾ ഡയറക്ഷൻസ്. ഗ്യാസസ് ദസ് ക്യാൻ മിക്സ് ഓർ ഡിഫ്യൂസ്ഡ് ഇൻടു അനദർ ഗ്യാസസ്. അതുകൊണ്ട് തന്നെ അവര് പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിനും കറിയുടെ മണം വരുന്നതും ചന്ദനത്തിരി കത്തിക്കുമ്പോൾ മണം വരുന്നതും ഒക്കെ ഇതുപോലെ പാർട്ടിക്കിൾസ് പെട്ടെന്ന് മൂവ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? The particles of gas have maximum kinetic energy. Maximum kinetic energy എന്നാ? മൂവ്മെന്റ് അല്ലെ. അപ്പൊ മാക്സിമം മൂവ്മെന്റ് ആണ് വരുന്നത്. They move with a high speed in all direction and can exert pressure on the walls of container. ഇപ്പൊ ഇവര് ഞാൻ പറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പീഡിലായിരിക്കും ഓടുന്നത്. അപ്പൊ ഈ ഓടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവര് പരസ്പരം കൂട്ടിയിടിക്കും. ചിലപ്പോ ഈ കണ്ടെയ്നറിന്റെ വോൾസിൽ ഇടിക്കും. അപ്പൊ ഇങ്ങനെ ഇടിക്കുന്ന സമയത്താണ് ഈ പ്രഷർ ഈ വോൾസിൽ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഈ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. ഗ്യാസ് നൈദർ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് നോർ എ ഡെഫിനിറ്റ് വോളിയം. അവർക്കൊരു ഷേപ്പും ഇല്ല, വോളിയവും ഇല്ല. ദേ ഫിൽ അപ്പ് ദ കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. അവരെന്താ ചെയ്യുന്നത്? ആ കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിൽ എടുക്കുവാണെങ്കിൽ ആ കണ്ടെയ്നർ ഫുൾ അങ്ങ് പെട്ടെന്ന് ഫില്ലാകും. ഗ്യാസസ് ക്യാൻ ബി കംപ്രസ്ഡ് ഈസിലി. ഇതിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ഗ്യാസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു പിസ്റ്റൺ ഉള്ള ഒരു ഇതാണെന്ന് വെക്കുക, ഒരു കണ്ടെയ്നർ ആണെന്ന് വെക്കുക. ഇതിനെ ഞാൻ ഇങ്ങനെ അമക്കി കംപ്രസ് ചെയ്ത് ഇതാ ഇത്രയാക്കി. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഗ്യാസ് ആണ് അല്ലെ. അതിനെ ഞാൻ കംപ്രസ് ചെയ്ത് ഇങ്ങനെയാക്കിയപ്പോ എന്താ സംഭവിച്ചേ? ഇവര് തമ്മിലുള്ള ഈ ഒരു സ്പേസ് കുറഞ്ഞ് അളവ് കുറഞ്ഞു വന്നു. സ്പേസ് കുറഞ്ഞു വന്നപ്പോഴത്തേക്കിന് ഇത് എന്തിന്റെ അറേഞ്ച്മെന്റിലോട്ട് മാറി നോക്കിയേ? നമ്മുടെ ലിക്വിഡിന്റെ ആ ഒരു അറേഞ്ച്മെന്റിലോട്ട് ഈ ഗ്യാസ് ഫോം മാറി. സോ അതിനെ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗ്യാസ് എന്തായി? ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്തു. അതിന്റെ സ്പേസ് കുറച്ച് കൊണ്ടുവന്നപ്പം. എങ്ങനെയാ സ്പേസ് കുറച്ചത്? പ്രഷർ കൊടുത്തപ്പം. അപ്പം ഹൈ പ്രഷറിൽ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് അതിനകത്ത് ലിക്വിഡ് ആക്കി മാറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന LPG ഗ്യാസിലെ, പിന്നെ CNG വെഹിക്കിളിൽ യൂസ് ചെയ്യുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതെല്ലാം നമ്മുടെ ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ അമർത്തി കംപ്രസ് ചെയ്ത് അതിനെ ലിക്വിഡ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ LPG എങ്ങനെയാണ്? ഇതിന്റെ ഇവിടെ ഒരു നോബ് ഉണ്ട്. അത് തുറക്കുമ്പോൾ ഈ പ്രഷർ റിലീസ് ആവുകയാണ്. പ്രഷർ റിലീസ് ആകുമ്പോഴത്തേക്കിന് എന്താണ്? ഇവിടെയുള്ള ആ ലിക്വിഡ് പയ്യെ ഗ്യാസ് ആയിട്ട് വന്ന് നമ്മുടെ ബർണറിലെത്തി നമ്മൾ അത് കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ തീ വരും. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റ് ആയിട്ട് മാറുക. നേരത്തെ നമ്മൾ LPGയുടെ കേസിൽ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്തായിട്ട് മാറിയായിരുന്നു? നമ്മുടെ എയർ ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്തു അല്ലെ. സോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എയർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിൽ അത് ചേഞ്ച് ചെയ്ത്
നമ്മൾ ലിക്വിഡിലേക്ക് മാറ്റി. അത് തന്നെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണ്, നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ചേഞ്ച് from one state of matter to another and then back to the original state is called the interconversion of state of matter. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുകയും അതിനെ വീണ്ടും നമ്മൾ എന്തായി ആ പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിനെയാണ് ഇന്റർ കൺവേർഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത പോയിന്റ് കൂടെ നോക്കാം. മാറ്റർ ക്യാൻ ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. മാറ്ററിന് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ എന്താണ് എടുക്കുന്നത്, വാട്ടറിനെയാണ് എടുക്കുന്നത്. വാട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 3 സ്റ്റേറ്റിലും നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഏതൊക്കെയാ? സോളിഡ് ആസ് ഐസ്. സോളിഡിന്റെ ഏത് ഫോമാണ് വാട്ടറിനുള്ളത്? ഐസ്. ഐസ് അറിയാലോ, നമ്മുടെ ഐസ് കട്ട സോളിഡ് ഫോമിലാണ് നിൽക്കുന്നത്. വാട്ടറിന്റെ സോളിഡ് ഫോമാണ് ഐസ്. ഇനി ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നത് എന്താ നമുക്കറിയാം, വാട്ടർ ആയിട്ട് തന്നെയാണ് ആ ലിക്വിഡ് ഫോമിൽ നിൽക്കുന്നത്. ഇനി ഗ്യാസ്, ഈ വാട്ടറിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? വാട്ടർ വേപ്പർ ആയിട്ട് മാറും അല്ലേ? അപ്പൊ ആ നീരാവി അതിനെയാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. സോ അതാണ് വാട്ടറിന്റെ ഗ്യാസ് ഫോം. അപ്പൊ മനസ്സിലായല്ലോ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഒന്ന് ഐസ്, പിന്നെ അത് വെള്ളമാകുന്നു, പിന്നെ എന്തായി? അത് ഗ്യാസ് ആയി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നാ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഈ ഗ്യാസിനെ നമുക്ക് സോളിഡ് ആക്കി മാറ്റാം, ഈ സോളിഡ് സ്റ്റേറ്റിനെ ലിക്വിഡ് ആക്കി മാറ്റാം, ലിക്വിഡിനെ എന്താക്കി മാറ്റാം? വീണ്ടും ഗ്യാസ് ഫോമിലേക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർ കൺവേർഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എഫക്റ്റില് ഈ നമ്മുടെ മാറ്റർ എങ്ങനെയാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ഓഫ് സോളിഡ്സ്, the kinetic energy of the particle which overcomes the force of attraction between the particles, thereby solid melt and it is converted to a liquid. ഇതൊന്നുമില്ല, നമ്മൾ ഇത്രയും കാര്യം, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സോളിഡ് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പുറകിലുള്ള സയൻസ് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ സോളിഡ് ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഐസ് മോളിക്യൂൾ ആണ്. സോ ഐസ് കട്ടയാണ്. അപ്പൊ ഐസ് കട്ടയെന്ന് പറയുന്നത് നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ് അറിയാം. അതാ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? സോളിഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐസ് കട്ട ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ പുറകിൽ വരുന്ന സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യും? നന്നായിട്ട് മൂവ് ചെയ്യും. ഓൾറെഡി അതിനൊരു മൂവ്മെന്റ് ഉണ്ട്, ചെറുതാണെങ്കിലും അതിനൊരു മൂവ്മെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ചൂട് കൊടുക്കുമ്പോൾ എന്താണ്? അതിന്റെ മൂവ്മെന്റ് കൂടും. മൂവ്മെന്റ് കൂടുക എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അങ്ങ് വളരെ സ്പീഡിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ ഇൻക്രീസ് ചെയ്ത് ഈ മോളിക്യൂൾ ഇങ്ങനെ ആ ഒരു ഇവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്ത് ഇത് തമ്മിലുള്ള ആ ബോണ്ട് അങ്ങ് ചെയ്യും, ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ്? ഇതേപോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ അറേഞ്ച്മെന്റ് ആണ് എന്തായിട്ട് വരുന്നത്? എന്താന്നാ നമ്മൾ പറഞ്ഞത്? സോ അത് വാട്ടർ ആകും അല്ലേ? അപ്പൊ ഇതിനെ ഇങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇതിങ്ങനെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ആ പാർട്ടിക്കിൾ ഇരുന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പരസ്പരം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുമ്പം അതിന്റെ സ്പേസസ് കൂടി വരുമ്പോഴത്തേക്കും എന്തായി? അത് മാറി ലിക്വിഡ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്റ്റേറ്റിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനി സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി വീണ്ടും ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെന്ന് വെച്ചു, എന്ത് സംഭവിക്കും? വീണ്ടും ഇതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെല്ലാം എന്താണ്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇതും ഇങ്ങനെ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് കൈനറ്റിക് എനർജി കൂടുമ്പോൾ മൂവ്മെന്റ് ഇങ്ങനെ സ്പീഡിൽ കൂടി അത് വൈബ്രേറ്റ് ചെയ്ത് ഈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതെങ്ങനെയായി മാറും? പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം അകന്ന് പോകും അല്ലെ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അകലം അങ്ങ് കൂടും. അകലം കൂടി കഴിയുമ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ് ലിക്വിഡിൽ നിന്ന് എന്തായിട്ട് മാറി? ഗ്യാസ് ആയിട്ട് മാറി. ഇവിടെ എയർ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ വാട്ടർ വേപ്പർ ആയിട്ട് മാറി. സോ
ഇവിടെ സോളിഡ് ആയിരുന്നു, സോളിഡ് എന്തായിട്ട് മാറി? ലിക്വിഡ് ആയിട്ട് മാറി. ലിക്വിഡ് എന്തായിട്ട് മാറി? എയർ ആയിട്ട് മാറി. ഇതാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്. ഇനി the temperature at which solid melts to become liquid at atmospheric pressure, its melting point. The melting point of ice is 273.16 Kelvin. എന്ന് വെച്ചാൽ ഏത് ടെമ്പറേച്ചറിലാണ് നമ്മളിങ്ങനെ ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ, ടെമ്പറേച്ചർ കൊടുത്ത് ഏത് ഇതിങ്ങനെ അന്നേരം അതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ആയി ഏത് ടെമ്പറേച്ചറിലാണോ ഈ സോളിഡ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. അതൊരു സ്പെസിഫിക് ടെമ്പറേച്ചർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഈ ഒരു ടെമ്പറേച്ചറിലാകുമ്പോഴാണ് അത് മെൽറ്റ് ചെയ്യുന്നത്. സോ ഈ ടെമ്പറേച്ചർ എത്രയാണ്? 273.16 കെൽവിൻ. അതല്ലെങ്കിൽ നമുക്ക് പറയാം 0 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസിന്റെ ഫോമിൽ പറയുമ്പോൾ നമുക്കിതിനെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ഇനി the process of melting, that is change of solid state into liquid state, is also known as fusion. അപ്പൊ ഈ സോളിഡിനെ നമ്മൾ ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇത് ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്യൂഷൻ. എന്താണ് പറയുന്നത്? ഫ്യൂഷൻ. അപ്പൊ ഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. സോളിഡ് എന്തായി മാറി? ലിക്വിഡ് ആയിട്ടാ മാറുന്ന ഇതിന് പറയുന്ന പേരാണ് ഫ്യൂഷൻ. ഓക്കെ, ആ പ്രോസസ്സിന് പറയുന്ന പേര് ഫ്യൂഷൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാറ്റന്റ് ഹീറ്റ് എന്താണെന്നാണ്. അപ്പൊ സ്റ്റേറ്റ് ചേഞ്ചിൽ വരുന്ന ആ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുമ്പോൾ വരുന്ന പോയിന്റ്സ് ഒക്കെയാണ്. ഇപ്പം നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു. മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? നമ്മളെ സോളിഡ് ലിക്വിഡ് ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ ആ സ്പെസിഫിക് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റന്റ് ഹീറ്റ് ആണ്. ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ഹീറ്റ് ആണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചിരിക്കുന്ന ഹീറ്റ്. അതെങ്ങനെയാണ് ഹീറ്റ് ഒളിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. The hidden heat which breaks the force of attraction between the molecules is known as the latent heat. എന്താണ്? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒളിച്ചിരിക്കുന്ന ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഹിഡൻ ആയിട്ടിരിക്കുന്ന ഹീറ്റ്. അപ്പൊ അതെങ്ങനെയാണ് അത് ഒളിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇതൊരു കണ്ടെയ്നർ ആണ്. കണ്ടെയ്നറിനകത്ത് ഞാൻ ഐസ് മോളിക്യൂൾസ് എടുത്തിരിക്കുകയാണ്. ഐസ് കട്ട എടുത്തു വെച്ചിരിക്കുകയാണ്. ഐസ് കട്ട എടുത്തിട്ട് ഞാൻ പയ്യെ ഇത് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു തെർമോമീറ്റർ വെച്ചിരിക്കുന്നു. തെർമോമീറ്റർ വെച്ച് ഇത് ഹീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിന്റെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എന്താണ് കാണിക്കുന്നത്. ആ ഒരു ഇവിടുന്ന് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ആ 0 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് കൊടുക്കുമ്പം വീണ്ടും ഞാൻ ഹീറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐസ് കട്ട മെൽറ്റ് ചെയ്ത് വെള്ളം ആകുമ്പോൾ വരെ നമുക്ക് ഈ 0 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കാണാൻ പറ്റും. പെട്ടെന്ന് ഇത് മൂവ് ചെയ്യത്തില്ല. അപ്പൊ എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. ഐസ് എന്ത് ചെയ്യാണ്? മെൽറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ തെർമോമീറ്ററിൽ യാതൊരു റൈസും കാണിക്കുന്നില്ല. എന്തായിരിക്കുന്നേ? 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? ഇത്രയും ടെമ്പറേച്ചർ നമ്മൾ എത്ര കൂട്ടി വെച്ചാലും ഈ ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തെർമോമീറ്ററിന്റെ ടെമ്പറേച്ചർ കൂടുന്നില്ല. അത് അങ്ങനെ തന്നെ 0 ഡിഗ്രിയിൽ തന്നെ ഇരിക്കുകയാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഐസ് മോളിക്യൂൾസ് അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ലിക്വിഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇത് മുഴുവനായിട്ട് ഇതിന്റെ ചൂട് കൂടുന്നില്ല. ചൂട് കൂടിയാലല്ലേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ? തെർമോമീറ്ററിന്റെ ടെമ്പറേച്ചർ റൈസ് ആകത്തുള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ടെമ്പറേച്ചർ ഇതിന്റെ ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ സിസ്റ്റം എന്താണോ എടുത്തിരിക്കുന്നത് അതിന്റെ ചൂട് കൂടാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ടെമ്പറേച്ചർ എന്താണ്? ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. അത് അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? ഈ തെർമോമീറ്ററിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും യാതൊരു ഉയർച്ചയും കാണിക്കാത്തത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ലിക്വിഡ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ റൈസ് കാണിക്കും. ഇവിടെ ഇങ്ങനെ റൈസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? പിന്നെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആവുന്ന എവിടെയാണെന്നറിയാവോ? 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ. 100 ഡിഗ്രി സെൽഷ്യസിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് ആയിട്ടുള്ളത് എന്താകാൻ തുടങ്ങി? പയ്യെ ഗ്യാസ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡ് എന്താ എടുക്കുക? ലിക്വിഡ് ആയിട്ടുള്ള ആ
പാർട്ടിക്കിൾസ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇവിടെ പിന്നെ റൈസ് കാണിക്കത്തില്ല. കുറച്ചു നേരത്തേക്ക് എപ്പോഴും എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ആ ലിക്വിഡ് ഗ്യാസ് വേപ്പർ ആയിട്ട് മാറി കഴിയുന്നിടം വരെ എന്താണ് ഇവിടെ എന്ത് ചെയ്യും, 100 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ലിക്വിഡ് എപ്പോഴാണ് വാട്ടർ വേപ്പർ ആകുന്നത്, ഏത് ടെമ്പറേച്ചറിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത്. സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് സ്റ്റാർട്ട് ബോയിലിംഗ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഏത് ടെമ്പറേച്ചറിലാണോ നമ്മുടെ ലിക്വിഡ് ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 100 കൂട്ടിയാൽ മതി കേട്ടോ, നമ്മൾ പറയും. അപ്പൊ അതിനെ 373 കെൽവിൻ എന്ന് പറയും. ഒന്നെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ എന്ത് എഴുതുക, 373 കെൽവിൻ എന്ന് എഴുതുക. ഇതാണ് എന്ത്, ബോയിലിംഗ് പോയിന്റ്. നമ്മൾ നേരത്തെ പഠിച്ച മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് അഥവാ കെൽവിൻ പറയുമ്പോൾ എത്രയാണ്? 273 കെൽവിൻ. അപ്പൊ അത് മനസ്സിലായല്ലോ, ആ കാര്യം മനസ്സിലായല്ലോ. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ലാറ്റന്റ് ഹീറ്റ് എന്താണ്? ഹിഡൻ ഹീറ്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുവാണ് ആ ഹീറ്റ്? നമ്മള് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. അതല്ലാതെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഫുൾ ആയിട്ട് കൂട്ടാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഹീറ്റ് ഹിഡൻ ആയിരിക്കാണ്. ഇങ്ങനെ 2 പ്രാവശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് മെൽറ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ ഒന്ന് ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന സമയത്തും. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് കുറെ നേരം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അതിന് കാരണം ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് കണ്ടത്? സോളിഡ് ലിക്വിഡ് ആകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഷൻ നടക്കുന്നതിനാവശ്യമായ ലാറ്റന്റ് ഹീറ്റ്. അതായത് സോളിഡ് ലിക്വിഡ് ആകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഹിഡൻ ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ കറക്റ്റ് ഡെഫിനിഷൻ ഇവിടെ വരുന്നുണ്ട്. ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 കിലോഗ്രാം ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. എവിടെയാണ് വരുന്നത്? മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ മെൽറ്റിംഗ് പോയിന്റിലാണ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് വരുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പൊ അത് മനസ്സിലായല്ലോ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ മനസ്സിലായി, മെൽറ്റിംഗ് പോയിന്റ് മനസ്സിലായി. ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഏത് ടെമ്പറേച്ചറിലാണോ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്, അതായത് തിളയ്ക്കാൻ തുടങ്ങുന്നത്, അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ സമയത്തും എന്ത് വരും? ലാറ്റന്റ് ഹീറ്റ് വരും, ഹിഡൻ ഹീറ്റ് വരും. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ്. സോ ബോയിലിംഗ് പോയിന്റ് കുറെ നേരം എന്തായിട്ട് നിൽക്കും? തെർമോമീറ്ററിൽ 100 ഡിഗ്രി സെൽഷ്യസ് കാണിക്കും. അതിന് കാരണം നമ്മൾ കൊടുക്കുന്ന ആ ടെമ്പറേച്ചർ മുഴുവനും നമ്മുടെ ആ ലിക്വിഡ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ഗ്യാസ് ആയിക്കൊണ്ടിരിക്കാൻ യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ടെമ്പറേച്ചർ അതിനകത്ത് ഹിഡൻ ആയിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പൊ ഫ്യൂഷൻ എന്താന്ന് മനസ്സിലായി. വേപ്പറൈസേഷൻ എന്തായിരിക്കും? അപ്പം വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് വേപ്പറായി പോകാൻ, അതായത് ഗ്യാസ് ആയി പോകാൻ ഉപയോഗിക്കുന്ന ആ ടേമിനെയാണ് വേപ്പറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 കിലോഗ്രാം ഓഫ് ലിക്വിഡ് ഇൻടു ഗ്യാസ്. ലിക്വിഡിനെ ഗ്യാസ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഹീറ്റ് എനർജി, അതായത് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഹീറ്റ് എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അതും പറയണം കേട്ടോ. വേപ്പറൈസേഷൻ ആണ്. വേപ്പർ ചെയ്യുമ്പോൾ ബോയിലിംഗ്, മെൽറ്റ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഈസ് നോൺ ആസ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് എന്താന്ന് മനസ്സിലായല്ലോ. ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 കിലോഗ്രാം ഓഫ് ലിക്വിഡ് ഇൻടു ഗ്യാസ് അറ്റ് ഇറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഈസ് നോൺ ആസ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പം ഇത്രയാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ലാറ്റന്റ് ഹീറ്റ് 2 ലാറ്റന്റ് ഹീറ്റ് ഉണ്ട്. ഹിഡൻ ഹീറ്റ് ആണ്. ഒന്ന് ഫ്യൂഷൻ ഉള്ളതും ഒന്ന് വേപ്പറൈസേഷൻ ഉള്ളതും. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ബോയിൽ ചെയ്യുന്നതൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. സോ ബോയിലിംഗ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾ എന്തായിരുന്നു കണ്ടോ? അത് വലുതായി അറേഞ്ച്മെന്റ് മാറുവാണ്. ഇത് എന്തായിരുന്നു? ഇവിടെ ഉള്ളത് നമ്മുടെ ലിക്വിഡിന്റെ പാർട്ടിക്കിൾ ആണ്.
അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ അതിന്റെ വലിപ്പം കൂടി വരുന്നുണ്ടോ? അപ്പൊ അതിന്റെ വലിപ്പം കൂടി അത് ഗ്യാസ് ആയി എന്ത് ചെയ്തു? അത് എസ്കേപ്പ് ആയി പോയി. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടൻസേഷൻ ഓർ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് ഗ്യാസ് ഓൺ കൂളിംഗ്. അപ്പൊ നമ്മൾ മനസ്സിലായി ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റീലിന്റെ അടപ്പോ എന്തൊരു സ്പൂണോ ഇവിടെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിൽ തട്ടുമ്പം അതിൽ ഇതുപോലെ വെള്ളത്തുള്ളികൾ ഉണ്ടാകുന്ന കാണാം. ഇതുപോലെ നമ്മൾ ഈ കറിച്ചട്ടിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഹീറ്റ് കൊടുത്ത് കറി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളപ്പിച്ച് വേപ്പേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ലിഡ് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ലിഡിന്റെ മേളിൽ കണ്ടോ ഇതുപോലെ വെള്ളത്തുള്ളികൾ ഉണ്ടാകാൻ ഉണ്ടാകും. അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തുള്ളികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു കോണ്ടാക്ട് വന്നു. കോണ്ടാക്ട് വരുമ്പോൾ ഇത് തണുത്തായിരിക്കും ഈ നമ്മൾ ലിഡ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഗ്യാസ് ഇവിടെ വന്ന് തട്ടുമ്പോൾ ഗ്യാസ് മോളിക്കൂൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തണുക്കാൻ തുടങ്ങി. തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് പതിയെ അതിന്റെ അറേഞ്ച്മെന്റ് മാറി ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ പ്രോസസ് ഇൻ വിച്ച് ഗ്യാസ് ഓൺ കൂള് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേൺസ് ഇൻ ടു ലിക്വിഡ് അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ അത് ലിക്വിഡ് ആയിട്ട് മാറും. അതിനെയാണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ഓർ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഗ്യാസ് ഇപ്പൊ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസിനെ നമ്മൾ എന്താക്കി മാറ്റി? ലിക്വിഡ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചു. സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റുന്നത് മെൽറ്റിംഗ്, ലിക്വിഡിനെ ഗ്യാസ് ആയിട്ട് മാറ്റുന്നത് വേപ്പറൈസേഷൻ, ഇനി ഗ്യാസിനെ ലിക്വിഡ് ആയിട്ട് മാറ്റുന്നത് കണ്ടൻസേഷൻ, ഇനി ലിക്വിഡിനെ സോളിഡ് ആയിട്ട് മാറ്റുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ പറയണ്ട, ഐസ് മോളിക്യൂൾ ഐസ് വെള്ളം അല്ലെ സോറി എന്താണ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? തണുപ്പിക്കും. ഫ്രിഡ്ജിനകത്ത് തണുപ്പിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രീസറിനകത്ത് വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസ് കട്ടയായിട്ട് മാറത്തില്ലേ? അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഫ്രീസിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഫ്രീസിങ് എന്താന്ന് മനസ്സിലായി. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു എ സോളിഡ് ഈസ് കോൾഡ് ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പൊ അതിന് ആ പ്രോസസ്സിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഫ്രീസിങ്. ആ ടെമ്പറേച്ചറിനെ എന്താണ് പറയുന്നത്? ഫ്രീസിങ് പോയിന്റ്. അത്രയും മനസ്സിലായല്ലോ. ഇനി ഇതൊന്നും ചെയ്യാതെ നമ്മൾ സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റും, ഗ്യാസിനെ ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആക്കി മാറ്റാൻ പറ്റും. ഈ രണ്ട് പ്രോസസ്സിന്, അതായത് ഇടയ്ക്ക് നടക്കുന്ന ഈ ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ ഗ്യാസിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോളിഡ് ആയിട്ട് മാറ്റാൻ പറ്റും. ഈ രണ്ട് പ്രോസസ്സിനെയും പറയുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താണ് പറയുന്നത്? സബ്ലിമേഷൻ. ഇവിടെ ഡിപ്പോസിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ രണ്ടിനും പറയുന്ന പേര് എന്താണ്? സബ്ലിമേഷൻ എന്ന് തന്നെയാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. സോ നമുക്ക് അതെന്താന്ന് നോക്കാം. The change of state of substance directly from solid to gas without changing into a liquid state or vice versa. Vice versa എന്ന് പറഞ്ഞാൽ തിരിച്ചും. That is called sublimation. സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആക്കി മാറ്റാനും പറ്റും, ഗ്യാസിനെ ഡയറക്റ്റ് ആയിട്ട് എന്താക്കി മാറ്റാനും പറ്റും? സോളിഡ് ആക്കി മാറ്റാനും പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് കേട്ടോ. ലാറ്റന്റ് ഹീറ്റ് കണ്ടതാണ്, ഒന്നുകൂടെ കൊടുത്തിരിക്കുന്നതേ. പിന്നെ വേപ്പറൈസേഷന്റെ ഡെഫിനിഷൻ: വാട്ടർ വേപ്പർ അറ്റ് 373 K or 100 degree Celsius have more energy than water at the same temperature because the particle in the steam have absorbed extra energy in the form of latent heat of vaporization. ഇവിടെ നിന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാം. എന്താണെന്നറിയാവോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? വാട്ടർ ഇപ്പൊ 100 degree Celsius ഉള്ള ഒരു ലിക്വിഡ് എടുക്കുകയാണ്. ലിക്വിഡ് എടുത്തു, സെയിം ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്യാസ് എടുക്കുകയാണ്. ഗ്യാസ് അതായത് വാട്ടർ വേപ്പർ എടുക്കുകയാണ്. അപ്പൊ വാട്ടർ വേപ്പർ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലുള്ളത് ഏതിനകത്തായിട്ടായിരിക്കും? സെയിം ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ നമ്മൾ തെർമോമീറ്റർ കാണിക്കുന്നത്, എങ്കിൽ പോലും അവിടെ കൂടുതൽ നമുക്ക് വരുന്നത് ഗ്യാസ് മോളിക്യൂൾസിനകത്തായിരിക്കും, ഗ്യാസ് പാർട്ടിക്കിൾസിനകത്തായിരിക്കും. കാരണം എന്താണ്? ഇവിടെ എന്താണ്? ഒരു ഹിഡൻ ഹീറ്റ് ഉണ്ട്. എന്താണ് നമുക്കറിയാം? അത് ലാറ്റന്റ് ഹീറ്റ് ആണ് അല്ലെ? ലാറ്റന്റ്
ഹീറ്റ്. അപ്പൊ അതിനകത്ത് ടെമ്പറേച്ചർ കുറേ നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിനകത്ത്. അപ്പൊ അത്രയും ടെമ്പറേച്ചർ ലിക്വിഡിനെ അപേക്ഷിച്ച് ഗ്യാസിനകത്ത് എന്തുണ്ട്, കൂടുതലുണ്ട്. അപ്പോ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുന്നതെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് നമ്മൾക്ക് നീരാവി തട്ടി ഉണ്ടാകുന്ന പൊള്ളൽ, അതായത് നീരാവി എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കൊണ്ടുണ്ടാകുന്ന ബേൺസ്, ലിക്വിഡ് തിളച്ച വെള്ളം ബോയിലിംഗ് വാട്ടർ വീണ് ഉണ്ടാകുന്ന പൊള്ളലിനേക്കാളും ആഘാതം കൂടുതൽ ഏൽപ്പിക്കുന്നത്? മനസ്സിലായോ? അതിനകത്ത് കൂടുതൽ സിവിയർ ബേൺസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വാട്ടർ വേപ്പറിനകത്ത് ഹിഡൻ ഹീറ്റ് ഉണ്ട്, ഇൻ ദ ഫോം ഓഫ് ലാറ്റന്റ് ഹീറ്റ്. മോർ ടെമ്പറേച്ചർ ദാറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് ലാറ്റന്റ് ഹീറ്റ്. അതുകൊണ്ടാണ് ലിക്വിഡിനെ അപേക്ഷിച്ച് ഗ്യാസ്, അതായത് വാട്ടർ വേപ്പർ തട്ടി ഉണ്ടാകുന്ന പൊള്ളല് സിവിയർ ആയിട്ട് ബേൺസ് ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ പറഞ്ഞ സബ്ലിമേഷൻ എക്സാമ്പിൾസ് നോക്കുകയാണ്. സബ്ലിമേഷൻ എന്താണെന്ന് അറിയാലോ? ഡയറക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? സോളിഡിനെ ഗ്യാസ് ആക്കാനും ഗ്യാസിനെ സോളിഡ് ആക്കാനും പറ്റും. അപ്പോ അത് നമുക്ക് ടെമ്പറേച്ചറിന്റെ പ്രഷർ വെച്ച് നമുക്ക് അതിനെ ഒന്ന് നോക്കാം. അത് പറയുന്ന കൂട്ടത്തിലാണ് ലാസ്റ്റ് എക്സാമ്പിൾസ് സബ്ലിമേഷൻ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പൊ ടെമ്പറേച്ചറിന്റെ ഫുള്ള് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രഷറിന്റെ കേസിലാണ് പറയാൻ പോകുന്നത്. ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈങ് പ്രഷർ ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസിനെ എന്താക്കി മാറ്റാൻ പറ്റും? ലിക്വിഡ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇത് നമ്മൾ വേറൊരു ഇത് വെച്ച് പറഞ്ഞായിരുന്നു. ഇവിടെത്തെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു പിസ്റ്റൺ യൂസ് ചെയ്ത് നമ്മൾ ഇതിന്റെ സ്പേസ് കുറച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ് മാറി ലിക്വിഡ് ആകും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്തിരിക്കുന്നത്? അമക്കുക, അല്ലെ? പിസ്റ്റൺ അങ്ങ് അമക്കുകയാണ്. അമക്കുക എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ലിക്വിഡ് ആകുന്നത്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് LPGയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രഷർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കാം? പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറും. ഒന്നെങ്കിൽ പ്രഷർ കൂട്ടുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും ഇത് സംഭവിക്കും. അതായത് ഗ്യാസ് മോളിക്യൂള് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഇനി ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈങ് പ്രഷർ ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ. വെൻ എ ഹൈ പ്രഷർ ഈസ് അപ്ലൈഡ് ടു ഗ്യാസ് ഇറ്റ് ഗെറ്റ് കംപ്രസ്ഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, കംപ്രസ് ആകും. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ലോവർഡ് ദ ഗ്യാസ് ഈസ് ലിക്വിഫൈഡ്. കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ലോവർ ആകും. അപ്പൊ അത് ലിക്വിഫൈഡ് ആകും. ഒന്നെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുക, ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞില്ല, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കുറയ്ക്കല്ലേ? ഗ്യാസ് മോളിക്യൂൾസ് വന്നാൽ ലിഡിൽ തട്ടുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? ഗ്യാസ് ആയിട്ടിരിക്കുന്ന സാധനം നമുക്ക് വെള്ളത്തുള്ളികളായിട്ട് മാറാം. ഇതാണ് ടെമ്പറേച്ചർ കുറഞ്ഞു, അല്ലെ? ഇവിടെ ഇതിന് തണുപ്പായിരിക്കും. അപ്പൊ അത്രയും ചൂടിൽ ഗ്യാസ് വന്ന് ഇതിൽ തട്ടുമ്പോഴത്തേക്കിനും അതെന്തായി മാറി? വാട്ടർ മോളിക്യൂൾ ആയി. പിന്നത്തെ വേറൊരു മാർഗം എന്താണ് സ്റ്റേറ്റ് മാറ്റാനായിട്ട്? പ്രഷർ കൂട്ടുക എന്നുള്ളത്. പ്രഷർ കൂട്ടി കഴിയുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്തായി? അത് വേറെ ഇതായിട്ട് ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറി. ഇനി സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഗെറ്റ് converted directly into gaseous state on decrease to pressure to 1 atmosphere without coming into liquid state. This is the reason that solid carbon dioxide is also known as dry ice. ഞാൻ ഇത് പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? സോളിഡ് ആയിട്ടുള്ള എന്താണ്? CO2 കാർബൺ ഡയോക്സൈഡ് എന്തായിട്ട് മാറും? നോർമൽ ഡയറക്ട്ലി ടു ഗ്യാസ് ആയിട്ട് മാറും. ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. ഈ പ്രോസസ് എന്തായിരുന്നു? ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്? നമ്മള് സബ്ലിമേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ സബ്ലിമേഷൻ ഒരു എക്സാമ്പിൾ കിട്ടി. എന്താണ് കിട്ടിയത്? സോളിഡ് കാർബൺ ഡയോക്സൈഡിനെ ഇതെന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അതെന്ത് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ദ ഡിക്രീസ് ഓഫ് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഗ്യാസ് ഫോമിലോട്ട് അതിനെ കിട്ടും. സോ സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് directly to gaseous state on decrease of pressure to 1 atmosphere without coming into liquid state. ലിക്വിഡ് സ്റ്റേറ്റിൽ വരേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് അത് അങ്ങനെ ആയിക്കോളും. അപ്പോൾ ദിസ് ഈസ് ദ റീസൺ ദാറ്റ് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡ്രൈ ഐസ്. അതുകൊണ്ടാണ് ഇതിനെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് എന്തായി? ഇത് ഗ്യാസിലോട്ട് കൺവേർട്ട് ചെയ്തത്, അല്ലെ?
അപ്പൊ അതിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇതാണ് ഡ്രൈ ഐസ്. കണ്ടോ, ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ചപ്പോഴത്തേക്കിന് ഇതുണ്ട്, ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഡയറക്റ്റ് ഗ്യാസ് മോളിക്യൂൾ ലിക്വിഡ് ആകാതെ തന്നെ എക്സ്കേപ്പ് ചെയ്ത് പോവുകയാണ്. ഇനിയും സബ്ലിമേഷൻ എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ കർപ്പൂരം കത്തിക്കുന്ന കണ്ടിട്ടില്ലേ? കർപ്പൂരം ചൂടാക്കി കഴിയുമ്പോൾ, കർപ്പൂരം എന്ന് പറയുന്നത് എന്താണ്? കേംഫർ. അത് ചൂടാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾ ആയിട്ട് പോകും. പിന്നെ നാഫ്തലീൻ ബോൾസ്. നാഫ്തലീൻ ബോൾസ് എന്ന് പറയുന്നത് എന്താ? പാറ്റാ ഗുളികയില്ലേ നമ്മൾ തുണിയിലൊക്കെ വെക്കുന്ന, പാറ്റ വരാതിരിക്കാൻ വെക്കുന്ന നാഫ്തലീൻ ബോൾസ്. ഇതും നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ, ഐ മീൻ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഉയർന്നു കഴിയുമ്പോൾ അത് പയ്യെ എന്ത് ചെയ്യും? ഗേഷ്യസ് ഫോമിലോട്ട് മാറും. പെട്ടെന്ന് ഉരുകി ഇല്ലാതാകും. ഉരുക എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടല്ല കേട്ടോ, നേരിട്ട് തന്നെ ഗ്യാസ് ആയിട്ട് പോകും. പിന്നെ സോളിഡ് ആയിട്ടുള്ള എയർ ഫ്രഷ്നർ ഇല്ലേ, നമ്മുടെ റൂമിലൊക്കെ വെക്കുന്നത്, ബാത്റൂമിലൊക്കെ വെക്കുന്ന എയർ ഫ്രഷ്നർ ഇല്ലേ, സോളിഡ്, ലിക്വിഡ് ഫോമിലുള്ളതല്ല, സോളിഡ് ആയിട്ടുള്ളത്. അത് നമുക്കറിയാം, വെച്ച് കഴിഞ്ഞ് കുറെ നാളൊക്കെ, ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കിന് അതിന്റെ ആ വലിപ്പം കുറഞ്ഞു വരും. അത് എന്തുകൊണ്ട് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? കാരണം അത് ഡയറക്റ്റ് ആയിട്ട് സോളിഡിൽ നിന്നും എന്ത് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാണ്? ഗേഷ്യസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പ്രോസസ്സിനെ എല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? സബ്ലിമേഷൻ എന്നാണ് പറയുന്നത്. കണ്ടോ, അപ്പൊ സബ്ലിമേഷന്റെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലായല്ലോ. കേംഫർ ചൂടാക്കുന്നത്, നാഫ്തലിൻ ബോൾസ്, പിന്നെ എന്താണ്? സോളിഡ് ആയിട്ടുള്ള എയർ ഫ്രഷ്നർ, പിന്നെ നമ്മുടെ ഡ്രൈ ഐസിന്റെ എക്സാമ്പിളും ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവാപറേഷൻ. ഇവാപറേഷൻ എന്താണ്? അറിയാലോ, ഇവാപറേറ്റ് ചെയ്ത് പോവുക. എന്താണ് സംഭവിക്കുന്നത്? അതായത് കണ്ടോ, ഇവിടെ നമ്മൾ ഒരു കാപ്പി എടുത്തു, ഇതിന്റെ സർഫസിൽ നിന്നും കണ്ടോ പയ്യെ തിളച്ചെല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ അതായത് ഇങ്ങനെ പൊങ്ങി ഇതിന്റെ അകത്തുനിന്ന് ഗേഷ്യസ് ഫോമിലുള്ള ഇത് പോകുന്നതിനെയാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. അതിലെ ഒരു പാത്രം എടുത്തിട്ട് നല്ല വെയിലത്ത് കൊണ്ട് നമ്മൾ വെക്കുകയാണ്, വെള്ളം ഒഴിച്ച്. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെയിലത്ത് കൊണ്ട് വെക്കുമ്പോഴത്തേക്കിനും അതിന്റെ മേളിലുള്ള ഈ പാർട്ടിക്കിൾസ് പയ്യെ എന്താകും? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകും. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവാപറേഷൻ എന്ന് പറയുന്നത്. The process of conversion of substance from the liquid state to gaseous state at any temperature below its boiling point is called evaporation or vaporization. ഇതിനെ ഇവാപറേഷൻ എന്നും വിളിക്കാം, വേപ്പറൈസേഷൻ എന്നും വിളിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? സാധാരണ നമ്മൾ കാണിച്ചപ്പോ ഈ കേസ് എടുത്തപ്പോ ഇവാപറേറ്റ്, അതായത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് പോയത് എപ്പോഴാണ്? 100 ഡിഗ്രി സെൽഷ്യസ് റീച്ച് ചെയ്തപ്പോഴാണ്, അല്ലെ? നല്ലതായിട്ട് ടെമ്പറേച്ചർ കൊടുത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴാണ് ഗ്യാസ് എന്തായിട്ട് മാറിയത്? ലിക്വിഡ് ആയിട്ട് മാറിയത്. പക്ഷെ ഇവാപറേഷന്റെ പ്രത്യേകത ഇവിടെ നോക്കുക. ഇവിടെ ഇവാപറേറ്റ് ആയി പോകാൻ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തോ? നമുക്കറിയാം, ചായ നല്ലപോലെ തിളച്ച ചായ നമ്മൾ കുറച്ചു നേരം അറ്റ്മോസ്ഫിയറിൽ ചുമ്മാ വെച്ചിരുന്നാൽ അത് തണുത്തു പോകും. തണുത്തു പോകുന്നത് എന്താണ്? അതിന്റെ മേളിൽ നിന്നും നമുക്കറിയാം എസ്കേപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഗ്യാസ്, നീരാവി ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതാണ്. എസ്കേപ്പ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ സർഫസിൽ നിന്ന് ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ചുമ്മാ വെച്ചിരുന്നാൽ പോലും അത് അങ്ങ് ഇവാപറേറ്റ് ആയി പോകും. അതുപോലെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചാലും അത് ഇവാപറേറ്റ് ആയി പോകും. അത് നമ്മൾ തിളപ്പിക്കുന്നുണ്ടോ? ഇല്ല. ബോയിലിംഗ് പോയിന്റിന് താഴെയുള്ള ടെമ്പറേച്ചറിലാണ് ഇവാപറേഷൻ എപ്പോഴും നടക്കുന്നത്. The process of conversion of substance from the liquid state to the gaseous state at any temperature below its boiling point is called evaporation. Evaporation is a surface phenomenon. Evaporation is a surface phenomenon എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാപറേഷൻ സർഫസിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതായത് ബോയിലിംഗ് നമ്മൾ കണ്ടു. ബോയിലിംഗ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് കണ്ടോ, ബോയിലിംഗ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ. ബൾക്ക് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുക്കുമ്പം ഈ ഫുള്ള് ലിക്വിഡും, അതായത് ഈ ഒരു ബൾക്കായിട്ട് തന്നെ ഇതിന് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടാണ് ചേഞ്ചസ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഇവാപറേഷന്റെ കേസ് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇവാപറേഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ. നോക്കിക്കേ, ഇവാപറേഷൻ സർഫസ് ഫിനോമിനൻ ആണെന്ന് പറയാൻ കാരണം ഇവാപറേഷൻ നടക്കുന്നത് ഈ സർഫസിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ നടക്കത്തുള്ളൂ. ഇവിടെ ഒന്നും നടക്കത്തില്ല. ഇവിടെയൊക്കെ സാധാരണ പാർട്ടിക്കിൾസ് അത് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ ബോയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ഹീറ്റ് കൊടുക്കുന്നു, അല്ലെ? ഇവിടുന്ന് ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് ബൾക്കായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഫുള്ളാണ് ഇതിന് മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് ബോയിലിങ്ങിനെ നമ്മൾ ഒരു ബൾക്ക് ഫിനോമിനൻ എന്നും ഇവാപറേഷനെ നമ്മൾ സർഫസ് ഫിനോമിനൻ എന്നും ആണ് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ചൂട് കിട്ടുമ്പോൾ മേളിലത്തെ ഈ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും?
അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യും. അതിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈബ്രേഷൻ ഹൈ ആയിട്ട് അതിനെ വൈബ്രേറ്റ് ചെയ്ത് അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന്റെ അലൈൻമെന്റ് മാറി അത് എന്തായിട്ട് മാറി? ഗ്യാസ് ആയിട്ട് മാറി. അത് നടക്കുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? സർഫസിൽ മാത്രമേ ഉള്ളൂ. ബോയിലിംഗിൽ നടക്കുന്നത് ഈ ഫുൾ ഏരിയയിലാണ് നടക്കുന്നത്. ഇത് ഫുള്ള് വന്നിട്ട് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ഇവാപ്രേഷന് നമുക്ക് അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടർ ഉണ്ട്. അതായത് നമുക്കറിയാം, നല്ല മഴയുള്ള ദിവസം ഉണങ്ങാൻ പറ്റുമോ? നന്നായിട്ട് ഈർപ്പം പിടിച്ചിരിക്കും, ഈർപ്പാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് തുണി നമ്മൾ ഉണങ്ങാനിട്ട് ഉണങ്ങുവോ? ഇല്ല. അപ്പൊ ഇവാപ്രേഷന്റെ റേറ്റ് കുറയും. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇവാപ്രേഷനെ അഫക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The rate of evaporation increases on increasing the surface area of the liquid. ലിക്വിഡിന്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ഇവാപ്രേഷൻ കൂടും. അതായത് ഞാനൊരു ഗ്ലാസ്സിലെ വെയിലത്ത് ഒരു ശകലം വെള്ളം വെക്കുകയാണ്. ഞാനൊരു വലിയ പരന്ന പാത്രത്തില് വെള്ളം വെക്കുകയാണ്, ഇങ്ങനെ വെക്കുകയാണ്. ഇവിടെ ഏതിലായിരിക്കും ഇവാപ്രേഷൻ റേറ്റ് കൂടുതൽ? ഇവാപ്രേഷൻ പെട്ടെന്ന് നടക്കുന്നത് ഇതിലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ സർഫസ് ഏരിയ ഇങ്ങനെ കൂടുതലായിരിക്കും അല്ലെ. ഇവിടെ കൂടിയിട്ട് കഴിയുമ്പോൾ ഇതിന്റെ മേളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തു നിന്നെല്ലാം എന്ത് ചെയ്യും? ഗ്യാസ് എസ്കേപ്പ് ചെയ്ത് കൂടി പോയി ഇവാപ്രേഷൻ റേറ്റ് കൂടും. അതുപോലെ ഇവിടെ കണ്ട ഇത്ര ഏരിയ നമുക്ക് കിട്ടുന്നുള്ളൂ. സോ ഇവാപ്രേഷൻ റേറ്റ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുണി വിരിച്ചിടുമ്പം നന്നായിട്ട് എന്താണ് സ്പ്രെഡ് ചെയ്ത് വിടുന്നത്? ചുറ്റിക്കൂട്ടിയാണോ വിരിക്കുന്നത്? അല്ല, നല്ല നീറ്റായിട്ട് വിരിച്ചാണ് ഇടുന്നത്. അതിന്റെ കാരണം എന്താണ്? നമ്മളത് സർഫസ് ഏരിയ കൂട്ടുകയാണ്. ചുറ്റിക്കൂട്ടിയിട്ടിരിക്കുന്ന തുണിക്ക് പെട്ടെന്ന് നനവ് മാറിപ്പോകാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ വിരിച്ചിടുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ്, അതായത് നമ്മൾ സർഫസ് ഏരിയ കൂട്ടുകയാണ്. സർഫസ് ഏരിയ കൂട്ടി കഴിയുമ്പോൾ എന്താണ്? ഇവാപ്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ദ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടിയാല് എന്താണ്? ഇവാപ്രേഷൻ റേറ്റ് കൂടും. കാരണം പെട്ടെന്ന് തന്നെ എന്താണ്? ഈ മോളിക്യൂൾ സർഫസിൽ നിന്നും കൈനറ്റിക് എനർജി കൂടി എസ്കേപ്പ് ആയി പോകും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്രേഷൻ റേറ്റ് കൂടുന്നത്. പിന്നെ ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഈർപ്പം ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ. ഹ്യൂമിഡിറ്റി കുറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ ഇവാപ്രേഷന്റെ റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത് നമുക്കറിയാം അല്ലെ. നനവുള്ള മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുമ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളപ്പം നമുക്ക് ഇവാപ്രേഷൻ റേറ്റ് കൂടില്ല, കുറഞ്ഞിരിക്കും. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹ്യൂമിഡിറ്റി ഇല്ലാത്ത സമയത്ത് ഇവാപ്രേഷൻ റേറ്റ് എങ്ങനെയായിരിക്കും? എപ്പോഴും കൂടുതലായിരിക്കും. സോ ഡിക്രീസ് ചെയ്താൽ, ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്താൽ ഇവാപ്രേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്താൽ ഇവാപ്രേഷൻ റേറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ മനസ്സിലായല്ലോ. ഇനി ആൻ ഇൻക്രീസ് ഇൻ ദ വിൻഡ് സ്പീഡ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ. ഇതും നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. മഴയുള്ള സമയത്ത് നമ്മൾ വെളിയിൽ ഇതാണ് എന്താണ്, നമുക്ക് തുണി ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അമ്മമാരെന്താ ചെയ്യുന്നത്? നല്ല ഫാനൊക്കെ ഇട്ടിട്ട് അതിന്റെ ചോട്ടിൽ കൊണ്ട് തുണി വിരിച്ചിടും. എന്തുകൊണ്ടാണ് ഫാൻ ഇടുന്നത്? ഫാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് വിൻഡ് സ്പീഡ്. ആ കാറ്റ് കൊണ്ടിട്ട് പെട്ടെന്ന് തുണിയിൽ നിന്നുള്ള വെള്ളം ഇവാപറേറ്റ് ആയി പോകും. അപ്പൊ ഇവാപറേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വിൻഡ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അത് വേറൊരു ഫോമിൽ പറഞ്ഞാൽ ആൻ ഇൻക്രീസ് ഇൻ ദ വിൻഡ് സ്പീഡ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപറേഷൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇവാപറേഷൻ കോസ് കൂളിംഗ്. ഇവാപറേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു കൂളിംഗ് ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? The particles of liquid absorb energy from the surroundings to regain the energy lost during evaporation. This absorption of energy from the surroundings makes the surrounding cold. അതായത് ഇപ്പൊ ഈ കേസ് എടുക്കുക. ഈ കേസിൽ പാത്രത്തിനകത്ത് വെള്ളം വെച്ചിരിക്കുകയാണ്. വെള്ളം വെച്ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ സറൗണ്ടിങ്സിൽ നിന്നും എന്ത് ചെയ്യണം? ഹീറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് വേറെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇതിന്റെ ചുറ്റുമുള്ള ഈ ഭാഗത്തു നിന്നാണ് ഇവർ ഈ ടെമ്പറേച്ചർ എടുക്കുന്നത്. സോ ഈ ടെമ്പറേച്ചർ മുഴുവൻ എടുക്കുമ്പോൾ ഇവിടെ എന്താകും? ഒരു കൂളിംഗ് ഉണ്ടാകും. സോ ഇതുകൊണ്ടാണ് ഇവാപറേഷൻ എന്ത് ചെയ്യുന്നത്? ഒരു കൂളിംഗ് എഫക്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മള് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ടെറസിൽ വെള്ളമൊക്കെ നനച്ചിടുന്നത് എന്തുകൊണ്ടാണെന്ന് പറയും. കാരണം ടെറസിൽ വെള്ളം നനച്ചിട്ടാൽ ആ വെള്ളം ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ചുറ്റുമുള്ള ഭാഗത്തൊന്നും എന്തെടുക്കും?
നമ്മൾ ടെമ്പറേച്ചർ എടുക്കുക. ആ ടെമ്പറേച്ചർ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ആ ചുറ്റുമുള്ള ഭാഗം എപ്പോഴും എന്താണ്, തണുത്ത് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് അത്രയും ചൂട് നമുക്ക് അടിക്കില്ല. അപ്പൊ ആ ഒരു അത്രയും ഭാഗത്തെ ചൂട് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ ആ വേനലിൽ ആ വേർപ്പ് ചൂടെടുക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അങ്ങനെ കുറെ അധികം ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ പഠിക്കാനുള്ളത് വേറെ 2 സ്റ്റേറ്റ് ഉണ്ട്. 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെ 3 നമ്മൾ കണ്ടു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് കൂടാതെ വേറെ 2 സ്റ്റേറ്റ് വരുന്നുണ്ട്. ഒന്ന് പ്ലാസ്മ, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ്. അതായത് ഭയങ്കര എനർജിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇൻ ദ ഫോം ഓഫ് അയണൈസ്ഡ് ഗ്യാസസ്. അതായത് ചാർജ് ഉണ്ടായിരിക്കും. അത്രയും ഓർത്താൽ മതി. ഗ്യാസ് മോളിക്യൂൾസിന്റെ ഫോമിൽ തന്നെ അത് ചാർജ് ഉള്ള ഗേഷ്യസ് ഫോമിലായിരിക്കും നിൽക്കുന്നത്. The fluorescent tube and neon sign bulbs consist of plasma. പ്ലാസ്മയെ കാണാൻ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്തായിരിക്കും എക്സാമ്പിൾസ് വരുന്നത് കേട്ടോ. ഫ്ലൂറസെന്റ് ട്യൂബിനകത്തും നിയോൺ സൈൻ ലാബ്സും ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അതിന്റെ ഉള്ളില് പ്ലാസ്മ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതായത് ഗ്യാസ് എന്താണ്, ചാർജ് ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതാണ് പ്ലാസ്മ സ്റ്റേറ്റ്. ഇത് നോർമൽ ഗ്യാസ് മോളിക്യൂൾസ് അല്ലെ ഗ്യാസ് പാർട്ടിക്കിൾസ്. അതിൽ നിന്നും മാറ്റം എന്താണ്, ഇതിന് ചാർജസ് ഉണ്ടാവും. ഗ്യാസ് മോളിക്യൂൾസിന് ചാർജസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം ഉണ്ട് BeC. BeC എന്ന് പറഞ്ഞാൽ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിന് BeC എന്നും പറയാറുണ്ട്. സോ ഇന്ത്യൻ ഫിസിസിസ്റ്റ് സത്യേന്ദ്രനാഥ് ബോസ് മെയ്ഡ് എ സ്റ്റഡി റിഗാർഡിംഗ് ദ 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ. 5ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി. ബേസ്ഡ് ഓൺ ദിസ് സ്റ്റഡി ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രെഡിക്റ്റഡ് എ 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ കോൾഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പൊ ബോസ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ, ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാലും അറിയാലോ. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ബോസും പിന്നെ എന്താണ് നമ്മുടെ ഐൻസ്റ്റീന്റെ ആ പേരിന്റെ ഈ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പൊ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആയ സത്യേന്ദ്രനാഥ ബോസ് സ്റ്റഡി അനുസരിച്ച് എന്താണ് ഐൻസ്റ്റീൻ പ്രെഡിക്റ്റ് ചെയ്ത ഒരു 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ദ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഓർ BeC ഫോംഡ് ബൈ കൂളിംഗ് എ ഗ്യാസ്. ഒരു ഗ്യാസ് കൂൾ ചെയ്യും എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി ടു സൂപ്പർ ലോ ടെമ്പറേച്ചർ. ഭയങ്കര ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ, നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്നൊക്കെ പറയും. അത് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല. സോ അബ്സല്യൂട്ട് സീറോയില് ആ ഗ്യാസ് കൂൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ് ഒരു 5ാമത്തെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കിട്ടും. അതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് മെഷർമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. SI യൂണിറ്റ് ഓഫ് മാസ് അറിയാലോ, കിലോഗ്രാം. അതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കി അങ്ങ് പോയാൽ മതി. SI യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ്. ദ കോമൺ യൂണിറ്റ് ഓഫ് മെഷറിംഗ് വോളിയം എന്ന് പറയുന്നത് ലിറ്റർ ആണ് അല്ലെ. സച്ച് ദാറ്റ് 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ക്യൂബ്. പിന്നെ ഏതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത് 100 മില്ലിലിറ്റർ ആണ്. കണ്ടോ, 1 മില്ലിലിറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി കെൽവിൻ, ഇതൊക്കെ നമ്മൾ മാത്സിനകത്തൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കെൽവിൻ ഇസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. പിന്നെ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273.16 കെൽവിൻ ആണ്. പക്ഷെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ടാണ് എടുക്കുന്നത്. 273 കെൽവിൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താന്ന് വെച്ചാല് 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട്, അതായത് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആണ്, 273 കെൽവിൻ ആണ്. അതായത് 0യുടെ കൂടെ 273 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് കറസ്പോണ്ടിങ് കെൽവിൻ കിട്ടുന്നത്. അപ്പം എന്ത്
ടെമ്പറേച്ചർ ആണോ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്നത്, ആ ടെമ്പറേച്ചറിനോട് കൂടി 273 കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കറസ്പോണ്ടിങ് കെൽവിൻ സ്കെയിലിൽ കിട്ടും. ഇപ്പൊ ഞാൻ തരുവാണ്, ഇവിടെ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇങ്ങനെ തരും, ഈ ഒരു ടെമ്പറേച്ചർ എന്നിട്ട് കൺവേർട്ട് ഇറ്റ് ടു കെൽവിൻ സ്കെയിൽ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്താൽ മതി. 273 അപ്പൊ എന്ത് വരും? 10 കൂട്ടുമ്പോൾ എത്രയാ വരുന്നത്? 283 കെൽവിൻ ആണ് 10 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിൽ. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. 283 കെൽവിൻ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്നും നേരെ തിരിച്ചു ചെയ്യുക. ഡിഗ്രി സെൽഷ്യസിലെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 273 ആഡ് ചെയ്തെങ്കിൽ കെൽവിനിൽ നിന്നും ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 273 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 10 അല്ലെ? സോ 10 ഡിഗ്രി സെൽഷ്യസ്. ഇതുപോലെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഈ ഇതിലാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഇനി അറ്റ്മോസ്ഫിയർ is a unit of measuring pressure exerted by a gas. ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ. പാസ്കൽ എന്നാണ് പറയുന്നത്, പി എന്ന് വിളിക്കും. സോ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇത്രയാണ്. മനസ്സിലായല്ലോ? ഇത്രയും പാസ്കൽ ആണ്. ദ പ്രഷർ ഓഫ് എയർ ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ പ്രഷറിനെയാണ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. എയറിന്റെ ആ പ്രഷർ. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ ഇസ് 1 atmosphere ആൻഡ് ഈസ് ടേക്കൺ ആസ് ദ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 atm. atm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നോർമൽ പ്രഷർ എന്ന് പറയുന്നത് 1 atmospheric പ്രഷർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ ഇതിന്റെ കണ്ടന്റ് മുഴുവനും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നോട്ട്സും ഈ PPT-യിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വെച്ച് പഠിക്കുക. ഇനി നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോബ്ലംസും ഒക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു.